7 മണിക്ക് തുടങ്ങണമെന്നാണ് വിചാരിച്ചിരുന്നത്. നമ്മൾ എത്തുകയും ചെയ്ത സമയത്തിന് അല്പം ഒന്ന് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് കയറിയതുകൊണ്ടാണ് സമയം വൈകിയത്. എന്തായാലും ചരിത്രത്തിൻ്റെ ഏറ്റവും ഭീതിതവും ക്ലേശകരവുമായിട്ടുള്ള വഴികൾ പിന്നിട്ട നാടാണ് തലശ്ശേരി. തലകൾ ഉരുണ്ട നാടാണ് അല്ലേ? പുറത്തുള്ള ആൾക്കാർ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് കേൾക്കുമ്പോൾ തലശ്ശേരി കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ്. കാരണം തലശ്ശേരിക്കാർ അത്യന്തം ക്ലേശകരമായ സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നതെന്നാണ് പൊതുവായ ധാരണ. എന്നാൽ അതിലൊക്കെ ഉപരി മനുഷ്യ സ്നേഹത്തിൻ്റെ അങ്ങേയറ്റം കറകളഞ്ഞ ആത്മാർത്ഥതയുടെ സ്ഥലമായിട്ടാണ് തലശ്ശേരി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കാരണം തലശ്ശേരിയിൽ ഇടപെട്ടിട്ടുള്ള ആളുകൾ അത്രയും പേരും പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാവുന്ന മനുഷ്യരാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം രാഷ്ട്രീയം ഒരു മതം പോലെ പരിണമിച്ചത് ഇവിടെ. ഇപ്പോൾ തെക്കൻ നാടുകളിലൊക്കെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ പോലെ അസ്ഥിക്ക് പിടിച്ച രാഷ്ട്രീയമല്ല. അത് കേവലം ഒരു ഉപജീവന മാർഗമായിട്ടാണ് പലരും കണ്ടിരിക്കുന്നത്. ഇവിടെ തലശ്ശേരി കണ്ണൂർ എന്നൊക്കെ പറഞ്ഞാൽ മതം പോലെ നമ്മുടെ അന്തരാത്മാവിൽ ഇറങ്ങിച്ചെന്നിരിക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രകടീകരണമാണ്. അത് വിപ്ലവ പാർട്ടികളെന്നും വിശേഷിപ്പിക്കപ്പെടുന്നവരും ഹിന്ദുത്വ പാർട്ടികളുമൊക്കെ ഒരുപോലെ ശക്തിയുക്തം സ്വന്തം സിദ്ധാന്തങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നാടാണ്. നമുക്കറിയാം, ഒരു ചിത്രമാണെങ്കിലും 18-ാം പടിയുടെ സ്മരണ ഉണർത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിരിക്കുന്നത്. സ്വാമി അയ്യപ്പൻ്റെ പരിപാവനമായ പൂങ്കാവനമായ ശബരിമലയിലെ 18 പടികൾക്ക് താഴെ നമ്മളിരിക്കുന്ന ഒരു ഫീലിംഗ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഋഷീശ്വരൻ എന്നറിയപ്പെടുന്ന നാരായണ ഗുരുദേവൻ വന്ന് തൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിച്ച നാടുകൂടിയാണ്. അദ്ദേഹം നേരിട്ട് വന്ന് പ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രം നമുക്ക് മുമ്പിൽ തന്നെയുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നമുക്ക് ഒരു പരിപാടി നടത്താൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അവിടെ എന്ത് പരിപാടി നടക്കുന്നത് എനിക്കറിയില്ല, ഒരു ശബ്ദം വരുന്നുണ്ട്. നമ്മളേതായാലും ഇവിടെ നടത്തുന്ന പരിപാടി നമ്മുടെ സ്വാമിയുടെ, അയ്യപ്പ സ്വാമിയുടെ ഈ അതീവ ശ്രദ്ധേയമായ മണ്ഡലകാലം, മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത അത്ര തീവ്രമായ മാനസിക വ്യഥകൾ, മാനസിക വ്യാപാരങ്ങൾ നടന്നിട്ടുള്ള ഒരു ശബരിമല മണ്ഡലകാലമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധനുമാസമായി, ധനുമാസക്കുളിനൊപ്പം എല്ലാ നാട്ടിലും ഉയർന്നിരുന്ന അയ്യപ്പന്മാരുടെ ശരണം വിളി ഇന്നില്ലാതായി. ലക്ഷോപലക്ഷം പേര് സ്വാമിയെ ദർശിക്കേണ്ടിടത്ത് 1000 പേര്, 500 പേരൊക്കെയാണ് ദർശനം നേടുന്നത്. ഒരുപക്ഷെ ഇതിനൊക്കെ തന്നെ ആയിരിക്കാം ഇത്തരത്തിലൊരു വിധി കോടതിയിൽ നിന്ന് വാങ്ങിച്ചത്. ശബരിമലയിലെ ലോകത്തിലെ തന്നെ ഒരു സീസണിൽ ഏറ്റവും അധികം ആളുകൾ വന്ന് ദർശനം നേടുന്ന ഇടമെന്ന ഖ്യാതി കളയിക്കാൻ തന്നെ ആയിരിക്കാം ഇങ്ങനെ ഒരു ക്രൂരത ശബരിമലയോട് ചെയ്തത്. പ്രസക്തമായ ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. സമയം വളരെ പരിമിതമാണ്. എൻ്റെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ല. അപ്പം ഇവിടെ തലശ്ശേരിയിൽ വന്ന് പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ നിൽക്കുന്ന വടക്കേ ഭാഗത്തും ശബരിമല നിൽക്കുന്ന തെക്കേ അറ്റത്തുമാണ്. ശബരിമലയിലെ തന്ത്ര സംവിധാനം ആരുടേതാണ്? ചിലർ പറയുന്നു അത് മലയരയന്മാരാണ് അവിടുത്തെ പഴയ തന്ത്രിമാരെന്ന് പറയുന്നു. ചിലർ പറയുന്നു അങ്ങനെയല്ല, ഈഴവരാണെന്ന് പറയുന്നു. ഇനിയും വേറെ ചിലർ പറയുന്നത് ക്ഷേത്രമേ ആയിരുന്നില്ല, അതൊരു ബൗദ്ധ വിഹാരമായിരുന്നു എന്ന് പറയും. ചിലർ പറയുന്നു ശബരിമല അയ്യപ്പ സ്വാമിയുടെ ഏറ്റവും വലിയ കളിക്കൂട്ടുകാരൻ ഒരു മുസ്ലിം ആയിരുന്നു, വാവർ എന്ന് പറയുന്ന ആളെന്ന് പറയും. ഒരു കൂട്ടർ അവതരിപ്പിക്കുന്നു ശബരിമലയിൽ ദർശനം നടത്തി തിരിച്ചു പോകുമ്പോൾ ആർത്തുങ്കൽ പള്ളിയിൽ പോയിട്ട് മാല അഴിച്ച് ഇടണം. കാരണം അവിടുത്തെ വെളുത്തച്ഛൻ അയ്യപ്പന് സുഹൃത്തായിരുന്നു എന്ന് പറയും. അയ്യപ്പ സ്വാമിയുടെ ചരിത്രം രേഖകൾ പരിശോധിച്ചാൽ
അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1050കളാണ്. AD 1050 ആ കാലഘട്ടമാണ്. AD 1050 ജീവിച്ചിരുന്ന അയ്യപ്പസ്വാമി അതും കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞ് മാത്രം നമ്മുടെ നാട്ടിൽ വന്നു ചേർന്ന ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു സുഹൃത്തിനുണ്ടാക്കിയത് അത്യത്ഭുതമാണ്. വാപരൻ എന്ന് പറഞ്ഞാൽ ചരിത്രം ഉണ്ടാക്കുന്നവരായതുകൊണ്ട് അവരതിന് മുമ്പാണോ വന്നതെന്ന് സംശയം ഉണ്ടാവും. ചരിത്രം പഠിച്ചു കഴിയുമ്പോൾ അവരതിന് ശേഷമാണെന്ന് മനസ്സിലാവും. വാപരൻ എന്ന് പറയുന്ന ശിവഭൂതഗണം, ബാപ്പുരാൻ, വാപരൻ, ബാപരൻ എന്നൊക്കെ പേരുണ്ട് നാടൻ ഭാഷയിൽ. ഐതിഹ്യവും അത് തന്നെയാണ്. വാപരൻ എന്ന ശിവഭൂതഗണത്തെ കൂട്ടുചേർത്ത് യുദ്ധം ചെയ്തു എന്നാണ് കഥ. ഈ വാപരൻ വളരെ പെട്ടെന്ന് വാവരായി. ഇത് ഒരു ക്ഷേത്രം ഹിന്ദുവിന്റെ കയ്യിൽ നിന്ന് അന്യവത്കരിക്കപ്പെടണമെങ്കിൽ ആദ്യം അത് മതേതരമാവണം. കാരണം ഹിന്ദുവിൻ്റേത് എന്ന് പറയുന്ന ഒരു സ്ഥാപനമായി മാറരുത് ക്ഷേത്രം. അതിനെ അന്യവൽക്കരിക്കണം. അന്യവൽക്കരിക്കുന്നതിന് ആദ്യ പടി അതിനെ സെക്യുലർ ആക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സെക്യുലറിസം എന്ന പദം പോലും നമ്മുടെ ഭരണഘടനയിൽ വളരെ കാലം ശേഷം, ഭരണഘടന ഉണ്ടാക്കപ്പെട്ടതിന് ശേഷം വളരെ കാലത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ നിർബന്ധപ്രകാരം എഴുതി ചേർത്തതാണ് ഈ മതേതരം എന്ന വാക്ക്. മതേതരം എന്നത് സുന്ദരമായ പദമാണ്. ഒരു മതത്തോടും പ്രത്യേകിച്ച് അപേക്ഷയില്ലാതെ, ഒരു മതത്തോടും പ്രത്യേകിച്ച് വിധേയത്വമില്ലാതെ എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുക. നല്ല സുന്ദര പദമാണ്. പക്ഷെ ആ പദം അതിന്റെ അർത്ഥത്തെ തേടുന്നത് ഹിന്ദുവിന്റെ ജീവിതത്തിൽ മാത്രമാണ്. അത് സ്പഷ്ടമായി പറയാൻ ഒരു മടിയുമില്ല. കാരണം വളരെ ലളിതമായി ചിന്തിച്ചു നോക്കിയാൽ ഇത് ഒരു ഹൈന്ദവ ആരാധന നടക്കുന്ന ആലയമായതുകൊണ്ടാണല്ലോ പോലീസുകാർ ബൂട്ട്സ് ഇട്ടുകൊണ്ട് അകത്ത് കയറുന്നത്, അതായത് സന്നിധാനത്ത് കയറുന്നത്. സന്നിധാനത്ത് ബൂട്ട്സ് ഇട്ടുകൊണ്ട് പോലീസുകാർ ഭക്തന്മാരോട് ആക്രോശിച്ചുകൊണ്ടും വടം കെട്ടിക്കൊണ്ടും ആളുകളെ തിരിക്കുമ്പോൾ അത്തരത്തിലൊരു നിരോധനാജ്ഞ ഒരു ആരാധനാലയത്തിൽ നടത്താൻ പാടില്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ട് എന്നിരിക്കെ പോലും ശബരിമലയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മതേതരം എന്ന വാക്കിനെ വല്ലാതെ അങ്ങ് സ്വീകരിച്ച് ഒട്ടും മതബോധമില്ലാത്തവരായി തീർന്നു ഹിന്ദുക്കൾ എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ മതബോധം നേടണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന പ്രകാരം മതത്തിനാണ് അവകാശങ്ങൾ. ആർട്ടിക്കിൾ 25A, ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25A പറയുന്നത് ഫ്രീഡം ടു പ്രൊഫസ്, പ്രൊപ്പഗേറ്റ് ആൻഡ് പ്രാക്ടീസ് വൺസ് റിലിജൻ. ഒരാളുടെ മതം ആചരിക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും ഉള്ള സ്വാതന്ത്ര്യമാണ്. അവിടെ റിലിജൻ എന്ന വാക്കിന്റെ ഉള്ളിൽ ഹിന്ദു ധർമ്മത്തെ പെടുത്താത്തത് നമ്മൾ വിചാരിച്ച വലിയ കാര്യമാണ്. വലിയ കാര്യമല്ല, നാം അല്ലാതാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഗൂഢ ലക്ഷ്യം തന്നെയാണ്. നാം ഒരു മതമാണെങ്കിൽ മാത്രമേ മതം അർഹിക്കുന്ന മര്യാദ നിയമത്തിന്റെ കണ്ണിലൂടെ നമുക്ക് കിട്ടൂ. അതുകൊണ്ടാണ് കൂട്ടായി ജനങ്ങൾ പോകുന്ന ശബരിമലയിലെ ആചാരം ഒരു മതാചാരമല്ല എന്ന് കോടതി നിരീക്ഷിക്കാൻ കാരണം. ഒരു മതാചാരമല്ല അതെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ തിരുത്താൻ തുടങ്ങിയത്. അതൊരു മതാചാരമായിരുന്നുവെങ്കിൽ അതിൽ കൈവയ്ക്കാൻ കോടതി തയ്യാറാവുമായിരുന്നില്ല. ഇത്രയ്ക്ക് കൂടുതൽ ചിന്തിച്ചാൽ മാത്രമേ ഇതിന് സൂക്ഷ്മവശം കിട്ടൂ. കോടതി പെട്ടെന്ന് ഒരു രാവിലെ എണീറ്റിട്ട് ഇന്ന് വിധി പറഞ്ഞേക്കാന്ന് പറഞ്ഞതല്ല. വളരെ കാലമായിട്ട് ചില സഞ്ചിത താത്പര്യക്കാര് കൊടുത്തിട്ടുള്ള അഫിഡേവിറ്റുകൾ, അവരുടെ സത്യവാങ്മൂലങ്ങളെ പരിശോധിച്ചിട്ടാണ് ഇത്തവണ കേരള സർക്കാർ കൊടുത്തത് അടക്കം യുവതീ പ്രവേശം ശബരിമലയിലെ ആചാരത്തെ ബാധിക്കുന്നതല്ല. അതൊരു യുവതികളെ പ്രവേശിക്കാതിരിക്കുന്നത് ഒരു മതാചാരമല്ല, ശബരിമലയുടെ എസെൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്നാണ് നമ്മുടെ സർക്കാർ അവിടെ ബോധിപ്പിച്ചത്. നിങ്ങൾ പറയൂ, 60-70 തവണ ശബരിമലയിൽ പോയിട്ടുള്ള 80-90 വയസ്സുള്ള ഗുരുസ്വാമിമാർ ജീവിച്ചിരിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഗുരുസ്വാമിമാരാൽ ആരെങ്കിലും പറയുന്നുണ്ടോ ഞങ്ങൾ പോയപ്പോൾ യുവതികൾ അവിടെ കയറിയിരുന്നെന്ന് പറയുന്ന ഏതെങ്കിലും ഗുരുസ്വാമിമാരുണ്ടോ? ഇല്ല. കാരണം മണ്ഡലകാലത്തെ വ്രതനിഷ്ഠയോടുകൂടി പോകുന്ന ഈ 41 ദിവസത്തെ ആചാരത്തിനിടയ്ക്ക് യുവതികൾ അയ്യപ്പസ്വാമിയെ കാണാൻ പോവുക എന്നുള്ളത് ആചാരമല്ല, അത് ആചാര ലംഘനമാണ്. വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യത്തെ ഒരു ദിവസം കൊണ്ട് ഒരു വിധിയുടെ മുകളിൽ പറിച്ചെറിയുമ്പോൾ വേദനിക്കുന്ന കോടിക്കണക്കിന് മനസ്സുകളുണ്ട്. ഞാനടക്കമുള്ള, നിങ്ങളടക്കമുള്ള മനസ്സുകൾ. ആ മനസ്സുകൾ സർക്കാരിനെ നോക്കിയിട്ടോ
അല്ലെങ്കിൽ പോലീസിനെ നോക്കിയിട്ടോ അല്ല ജീവിക്കുന്നത്, സ്വാമി അയ്യപ്പനെ നോക്കിയിട്ടാണ് ജീവിക്കുന്നത്. ഈ പറഞ്ഞുകൊണ്ട് വന്നത് ശബരിമല ക്ഷേത്രം ഒരു മതേതര ആരാധനാലയമാണെന്നും വിശേഷിച്ച് അതിന് മതത്തിന്റെ സാധുത ഇല്ലെന്നും അതുകൊണ്ട് അവിടെ ഏതു തരത്തിലുള്ള സെക്യുലർ ഗവൺമെന്റിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാമെന്നുമുള്ള ദൃഷ്ടിയാണ് ഈ കൂട്ടരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഡിഫൻസ് പലപ്പോഴും പാളിപ്പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ കാതലായ വശത്തെപ്പറ്റി ഇപ്പോഴും ബോധവാന്മാരല്ല. ക്ഷേത്രങ്ങൾ അന്യവൽക്കരിക്കുക എന്നുള്ളത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇന്ന് ഇങ്ങനെ ശബരിമലയിൽ ചെയ്തു കഴിഞ്ഞാൽ നാളെ അത് ശ്രീ പത്മനാഭസ്വാമിയിലേക്ക് നീളും. ശ്രീ പത്മനാഭസ്വാമി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ റിച്ചസ്റ്റ് ഗോഡാണ്, അല്ലെ? ഏറ്റവും സമ്പന്നനായ ഈശ്വരനാണ് ശ്രീ പത്മനാഭസ്വാമി. ആ സ്വത്തിൽ കണ്ണുള്ളവരെല്ലാവരും തന്നെ നാളെ അതൊരു മതേതര സ്ഥാപനമാണെന്ന് പറയുകയും അവിടെ ദേവന് കാണിക്കയെ സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കൾ മ്യൂസിയത്തിൽ വെക്കണമെന്ന് പറഞ്ഞാൽ അതിന് പോലും മടിയില്ലാതെ സർക്കാർ ഭഗവാന്റെ തിരുവാഭരണങ്ങളടക്കം പുറത്ത് മ്യൂസിയത്തിൽ സന്ദർശനശാലയിൽ ടിക്കറ്റ് എടുത്ത് കാണിക്കാൻ വെക്കും എന്നുള്ളതാണ് നാളെ നാം അനുഭവിക്കാൻ പോകുന്ന അടുത്ത വെല്ലുവിളി. ഇത് ശബരിമല വിഷയത്തോട് തീർന്നു വിചാരിക്കേണ്ട. കാരണം സുപ്രീം കോടതി എടുത്തു കളഞ്ഞിട്ടുള്ള പ്രമുഖമായ വിധി കേരള ടെമ്പിൾസ് ആക്ട് ഉണ്ട്, 1965 ആണെന്ന് ഓർമ്മ, 65 or 68, 65 ആണ്. ആ കേരള ടെമ്പിൾസ് ആക്ടിലെ റൂൾ 3 എന്ന് പറയുന്ന റൂൾ 3യിൽ 6 or 7 നിയമങ്ങൾ പറയുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ നിയമം റൂൾ 3യിൽ ബി നിയമം എന്ന് പറയുന്നത് യുവതികൾക്ക് അവരുടെ ആർത്തവ കാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്കാണ്. അതുപോലെ ചില ആളുകൾക്ക് ചില ക്ഷേത്രത്തിൽ ചില സമയത്ത് കടക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളാണ്. ഇന്ന് അത് യുവതികൾ മാത്രമാണ്, നാളെ അത് അഹിന്ദുക്കളുമാകും. എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ ക്ഷേത്രാചാരങ്ങൾ അതേപടി നിലനിർത്തണമെന്നുള്ളത് ഒരു നിർബന്ധമല്ലെന്നും അതൊരു മതാചാരമല്ലെന്നും മറിച്ച് അത് ഒരു കൂട്ടം ആളുകൾ അല്പകാലത്തേക്ക് ചെയ്തിരുന്നാണെന്നും അതിനെ നിയമം മൂലം മാറ്റാമെന്നുമുള്ള സർക്കാരിന്റെ ദൃഷ്ടിയാണ്. അങ്ങനെ വരുമ്പോ റൂൾ 3B എടുത്തു കളഞ്ഞതിന്റെ പരിണിത ഫലം എന്താണെന്നറിയോ? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, അവിടുത്തെ പ്രത്യേകത അവിടെ പകൽ സമയങ്ങളിൽ സ്ത്രീകൾ ദർശനം നടത്താറില്ല. സന്ധ്യാദീപത്തിന് ശേഷം, സന്ധ്യാകാലത്തെ ദീപാരാധനയ്ക്ക് ശേഷമാണ് സ്ത്രീകൾ ദർശനം നടത്തുന്നത്. ഈ തരത്തിലുള്ള സവിശേഷമായ ആചാരങ്ങളൊന്നും പാടില്ല. എല്ലായിടത്തും എല്ലാവർക്കും ഏത് സമയത്തും ദർശനം നടത്താം എന്നതാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. അങ്ങനെ വന്നാൽ നാളെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പകൽ സമയത്ത് ഒരു സ്ത്രീ കടന്നു ചെന്നിട്ട് എന്തുകൊണ്ട് എനിക്കിവിടെ കടന്നുകൂടാ എന്ന് ചോദിച്ച് കടന്നു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഹിന്ദു സമൂഹത്തിന് അവകാശമില്ല എന്ന് വരുന്നു. കേവലം ശബരിമലയെ സംബന്ധിക്കുന്ന വിധിയാണിതെന്നാണ് 90% പേരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. ദിസ് പർട്ടിക്കുലർ ആക്ട് ഈസ് ആപ്ലിക്കബിൾ ടു എവറി ടെമ്പിൾ ദാറ്റ് there is. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഈ വിധി ബാധകമാണ്. ശബരിമല മാത്രമല്ല. ശബരിമല ഒരു നിമിത്തമാണ്. ശബരിമലയെ നിമിത്തമാക്കിക്കൊണ്ട് മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് കൂടെ സർക്കാരിന്, മതേതര സർക്കാരിന് കടന്നു കയറാനുള്ള ഒരു പഴുതിട്ടിരിക്കുകയാണ് ഇവിടെ. കാരണം എടുത്തു കളഞ്ഞിരിക്കുന്നത് റൂൾ 3B ആണ്. അതായത് സവിശേഷമായി ഓരോ ക്ഷേത്രങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അവിടെ ചിലർക്ക് പാടില്ല, ചിലർക്ക് കയറാം എന്നുള്ള വിധികളൊക്കെ എടുത്തു മാറ്റണം. ഇതിന്റെ കാരണം വളരെ പഴയ കാലത്തേക്ക് ചിന്തിച്ചു പോകണം. ശരിയായ കാരണം മനസ്സിലാവണമെന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ ഒരു കോടതി ആദ്യമായി സ്ഥാപിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കപ്പെടുന്നത് 1774 ഈ വർഷങ്ങളൊക്കെ ഓർത്തു വെക്കണം. കാരണം നവോത്ഥാനം പ്രസംഗിച്ച് വരുന്നവർ പറയുന്ന കള്ളത്തരത്തിന് മുഴുവൻ തലയാട്ടി കൊടുക്കേണ്ടി വരും. അപ്പൊ സത്യമേതെന്ന് അറിയാതെ നിങ്ങൾ വിഡ്ഢികളാക്കപ്പെടാൻ പാടില്ല. 1774 ആദ്യമായി ഇന്ത്യയിൽ ഒരു ഓർഗനൈസ്ഡ് കോർട്ട് ഉണ്ടാവും, സുപ്രീം കോർട്ട്. അതിന് മുമ്പുണ്ട് ബീഹാറും മറ്റ് സംസ്ഥാനങ്ങളും ചേർത്തൊരു ചെറിയ കോടതി സംവിധാനം ഉണ്ടായിരുന്നു. അതിനെ പുതുക്കി പണിഞ്ഞ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ താത്പര്യത്തോടു കൂടി അവർ മുൻകൈയെടുത്ത് സ്ഥാപിച്ച കോടതിയാണ് ഏത്? 1774 ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്
നമുക്കറിയാം കോൺഗ്രസിന്റെ നേതാവായ ശശി തരൂരിന്റെ ഭാഷയിൽ ഒന്നാം തരം കൊള്ളക്കാരാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു വർഗീയവാദി പറഞ്ഞെന്ന് ധരിക്കും. അപ്പൊ ആ പ്രശ്നം വേണ്ടല്ലോ. കോൺഗ്രസിന്റെ നേതാവായ വിദ്യാസമ്പന്നനായ ഡോക്ടർ ശശി തരൂർ പറഞ്ഞത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അതിന്റെ ലക്ഷ്യം തന്നെ ഭാരതത്തിന്റെ വിഭവ സമ്പത്തിനെ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. ഭാരതത്തെ നശിപ്പിച്ച് മുച്ചൂട് മൂട്ടി കുടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു കോടതി സ്ഥാപിക്കുന്നതെന്ന് ഓർക്കണം. ഇപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നിയമം നടന്നു കാണണമെന്ന താല്പര്യം കൊണ്ടാണോ, ഇന്ത്യക്കാർക്ക് നീതി ലഭിക്കണമെന്ന താല്പര്യം കൊണ്ടാണോ കോടതി ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അപ്പൊ കോടതികളുടെ പിന്നാമ്പുറത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. കോടതികൾ ആരുണ്ടാക്കി, എന്തിനു വേണ്ടി ഉണ്ടാക്കി, അവരുടെ താല്പര്യം എന്തായിരുന്നു? ആ താല്പര്യങ്ങൾ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മൾ പുനഃപരിശോധിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ദിരാഗാന്ധി ചെയ്തതൊഴികെ ഒരിക്കൽ പോലും കോടതികളെ മറികടക്കാനോ അവയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനോ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ആരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതികൾ ആരുണ്ടാക്കി, അവരുടെ ലക്ഷ്യം എന്തെന്ന് നമ്മൾ ചിന്തിച്ചില്ല. ശബരിമല വിധി വന്നപ്പോഴാണ് ഞാൻ കാര്യമായിട്ട് ഈ കോടതികൾ ആരുണ്ടാക്കിയതാണ്, നാട്ടിൽ നിയമം നടപ്പാക്കണം, തുല്യനീതി ഉണ്ടാവണം, എല്ലാവർക്കും നീതി ലഭിക്കണമെന്ന ബോധ്യത്തോടു കൂടി ഉണ്ടാക്കിയതല്ല, തദ്ദേശീയരുണ്ടാക്കിയ കോടതിയല്ല. ഈ കോടതികൾ ആരുണ്ടാക്കിയതാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയത്. എന്തിനായിരിക്കും അവർ കോടതി ഉണ്ടാക്കിയത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ക്രിസ്തുമത പ്രചരണമായിരുന്നു എന്നത് സംശയമില്ലാത്ത, തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം വിവേകാനന്ദ സ്വാമികൾ ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് പ്രസംഗിച്ചു, The British ruled India with 3 B's: the Bible, the bayonet and brandy. സ്വാമി പറഞ്ഞ വാക്കാണ്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യ ഭരിച്ചത് 3 B വെച്ചിട്ടാണെന്നാണ്. ദ ബൈബിൾ, അവരുടെ മതപുസ്തകം, ദ ബായനറ്റ് എന്ന് പറയുന്ന അധികാര ചിഹ്നമാണ്. കോടതികൾ, രാഷ്ട്രീയ അധികാരം, പോലീസ് അധികാരം. പോലീസ് ആക്ട് ഉണ്ടാക്കിയത് ഈ കോടതിയാണ്. 1861 പാവപ്പെട്ട ഇന്ത്യക്കാരന്റെ പെടലിക്കടിച്ചിട്ട് കരം വാങ്ങിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കോടതികൾ 1861 ഉണ്ടാക്കിയതാണ്. ആ പോലീസ് ആക്ട് വായിക്കുക, കോടതി ഉണ്ടാക്കിയ ആക്ടാണ്. അതും ബ്രിട്ടീഷ് പോലീസാണ് ഇന്നും നടപ്പാക്കുന്നത് തന്നെ. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന അസംഘടിതരായ ഹിന്ദുക്കൾക്ക് സ്വത്വബോധം ഉണ്ടാവരുത്. അഥവാ അവർക്കൊരു മതാചാരം ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ക്രിസ്തുമതത്തിന്റെ സ്റ്റാൻഡേർഡ്സിനോട് ചേർത്ത് വെച്ച് ഒന്നാക്കി നെരിപ്പാക്കി എടുക്കുക. ഇതിനാണ് യൂണിറ്റേറിയൻ കോടതി എന്ന് പറയുന്നത്, യൂണിറ്റേറിയൻ കോർട്സ്. ഇത് ലോകമെമ്പാടുമുണ്ട്. യൂണിറ്റേറിയൻ എന്നൊരു ഒരു ഒരു വലിയ മൂവ്മെന്റ് തന്നെ ലോകമെമ്പാടുമുണ്ട്. അത് ബ്രിട്ടീഷുകാരന്റെ യൂറോപ്യൻ മൈൻഡിൽ നിന്ന് വന്നതാണ്. ഈ യൂണിറ്റേറിയൻ കോടതികളുടെ സങ്കല്പം എന്താണെന്നറിയോ? ആറ്റുകാൽ പൊങ്കാലിടുന്നത് അവനെ സംബന്ധിച്ച് അനാചാരമാണ്, ദുരാചാരമാണ്. എന്താ കാരണം? റോഡിന് നടുവിൽ ഏതാനും സ്ത്രീകൾ ചേർന്ന് അടുപ്പ് കൂട്ടി അരി തിളപ്പിച്ച് പുറത്തേക്ക് തുളുമ്പിക്കുന്ന രീതി അവന്റെ കണ്ണിൽ അപരിഷ്കൃതമായ ഒരാരാധനയാണ്. അവന്റെ കണ്ണിൽ അവൻ വിശ്വസിക്കുന്ന ഇസ്തിരിട്ട് തേച്ച കോട്ടും സൂട്ടും അണിഞ്ഞ പള്ളിയിലച്ചന്മാർ നിന്ന് ചൊല്ലുന്ന കുർബാന മാത്രമാണ് ശരിയായ ആരാധന. അത് പരസ്യമായി പറയാൻ അവർക്ക് മടിയില്ല. കാരണം അവർ സങ്കല്പിക്കുന്ന ഗോഡ് എന്ന് പറയുന്നത് വിഗ്രഹങ്ങളല്ല, മരം കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല, കല്ലുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല, രൂപങ്ങളല്ല. അവരുടെ കോൺസെപ്റ്റിൽ ഗോഡ് എന്ന് പറയുന്നത് അദൃശ്യനായ ഒരു ശക്തി മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ തദ്ദേശീയരായ നമ്മളുടെ നാടൻ ആചാരങ്ങൾക്ക് എന്താണ് വില? ഇവിടെയാണ് വലിയ ദ്വന്ദ്വം, വലിയ യുദ്ധം നടക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ തലശ്ശേരി അടുത്ത് തന്നെയാണല്ലോ മുത്തപ്പൻ കാവ്. മുത്തപ്പൻ കാവിലെ മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ കോടതിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഏകകമാണ്. മുത്തപ്പനെ ഏത് ഗണത്തിലാണ് കോടതി പെടുത്തുക? ഒരു കാരണവശാലും മുത്തപ്പനെ ദൈവമായി അംഗീകരിക്കാൻ കോടതി തയ്യാറാവില്ല, ഉറപ്പാണ്. നാളെ ഒരിക്കൽ മുത്തപ്പൻ കാവിലെ സവിശേഷമായ ആചാരങ്ങളെ മാറ്റണമെന്നും എല്ലാം ഒരുപോലെ ആക്കണമെന്നും അവർ വിചാരിച്ചാൽ ആ വിധി നടപ്പാക്കാൻ വേണ്ടി സർക്കാർ ഇതിനേക്കാൾ ഔത്സുക്യമെടുക്കും. കാരണം ലോകമെമ്പാടും ക്രിസ്തുമതത്തിന് വലിയ വെല്ലുവിളിയാണ് ഇന്നും വിഗ്രഹാരാധന നിലനിൽക്കുന്നു എന്നുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നും. സത്യം പറയാനാണല്ലോ എന്നെ വിളിച്ചു വരുത്തിയത്. 2017 ജനുവരിയില് മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത വന്നു. ആ വാർത്ത ഇതാണ്: വിഗ്രഹാരാധന
അന്ധവിശ്വാസമാണ്. വിഗ്രഹാരാധന ഇല്ലാതാക്കിയാലേ മനുഷ്യ പുരോഗമനം സാധ്യതമാവൂ. ആരാ പറഞ്ഞത്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ്. എന്നോട് പറയാം, 2017 ജനുവരി മാസത്തിൽ ആ പത്ര കട്ടിങ് എൻ്റെ അടുത്തുണ്ട്, മാതൃഭൂമി പത്രം. MT വാസുദേവൻ നായർക്ക് എന്തോ ഒരു അവാർഡ് സമ്മാനിക്കുന്ന അവാർഡ് നൈറ്റില് ചടങ്ങില് മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങളാണ്. MT വാസുദേവൻ നായർക്ക് അവാർഡ് കൊടുക്കുന്നത് വിഗ്രഹാരാധന നമ്മൾ ഒരു ബന്ധവുമില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം അവിടെയും വിഗ്രഹാരാധന അന്ധവിശ്വാസമാണെന്നും മനുഷ്യ പുരോഗതിക്ക് തടസ്സമാണെന്നും പറഞ്ഞുണ്ടാക്കുന്നത്? ഇന്നിപ്പോ വിഗ്രഹമില്ലാത്ത ക്രിസ്ത്യൻ പള്ളികളുണ്ടോ? ഉണ്ടോ? എല്ലാ പള്ളിയിലും യേശുവിന്റെയോ മാതാവിന്റെയോ വിഗ്രഹമുണ്ട്, അല്ലേ? ഇതാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, നമ്മെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരെ നമ്മൾ വിഴുങ്ങിക്കളയുമെന്ന്. അതാണ് സനാതന ധർമ്മത്തിന്റെ ശക്തി. മുഖ്യമന്ത്രി അത് പറഞ്ഞതിന്റെ അർത്ഥം ലോകമെമ്പാടുമുള്ള 2 പ്രബല മതങ്ങൾ, ആ 2 പ്രബല മതങ്ങളുടെയും പൊതുവായ ശത്രു വിഗ്രഹാരാധകരാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. 2 പ്രബല മതങ്ങളുടെയും പൊതുവായ ശത്രു വിഗ്രഹാരാധകരാണ്. ആ 2 പ്രബല മതങ്ങളുടെയും തിട്ടൂരമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിനെ തകർത്തെറിയാനും സാർ ചക്രവർത്തിയെ അത് മുഖേന തകർത്തെറിയാനും വേണ്ടിയിട്ട് അവർ പണം കൊടുത്തുണ്ടാക്കിയ ഒരു സംഘടന റഷ്യയിൽ ഉണ്ടായത്. അതിന്റെ ജോലി അവർക്ക് വിടുപണി ചെയ്യുക എന്നുള്ളതാണ്. അവർ പറയുന്ന സിദ്ധാന്തമാണ് വിഗ്രഹാരാധന ഏറ്റവും വലിയ പാപമാണ്. ആ കോടതിയുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോടതിയുടെയും അത്തരം മതങ്ങളുടെയും കണ്ണിൽ അയ്യപ്പസ്വാമി ആരാണ്? വെറും ഒരു വിഗ്രഹമാണ്. 3.5 അടിയുള്ള വെറും ഒരു വിഗ്രഹമാണ്. എന്നാൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ, പ്രാണപ്രതിഷ്ഠ നൽകി കഴിഞ്ഞാൽ അവിടെ പൂജ ചെയ്യുന്ന പൂജകൻ ചൊല്ലുന്നൊരു വാചകമുണ്ട്, ത്വയി സംപൂജയാമീശം, നിന്നിലൂടെ ഞാൻ ഈശ്വരനെ പൂജിക്കുന്നു എന്നാണ് പൂജാരി പറയുന്നത്. കല്ലിനല്ല പൂജ, കല്ല് ഏകാഗ്രതയ്ക്കുള്ള തത്വമാകുന്നു, അതിലൂടെ ഈശ്വര തത്വത്തെയാണ് ഹിന്ദു സാക്ഷാത്കരിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും കോടതിക്ക് അറിയില്ല, അറിയുകയും വേണ്ട. എന്തുകൊണ്ട് അറിയണ്ട? കാരണം ഹിന്ദു ഇന്നും ഒരു മതമല്ല. നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ നേതാക്കന്മാരും ഹിന്ദു ധർമ്മമാണ്, മതമല്ലെന്ന് നാഴികയ്ക്ക് 40 തൊട്ട് ആവർത്തിക്കുന്നതിന്റെ ദോഷമാർക്കാണ്? നമുക്കാണ്. കാരണം കോടതി നമ്മളെ വകവെക്കാത്തതിന്റെ കാരണം നമ്മൾ മതമല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടല്ലോ പിറവം പള്ളിയിൽ പോലീസ് പിന്നോട്ട് പോയത്. 2 പേര് കയറിയിട്ട് ആത്മഹത്യാ നാടകം കളിച്ചപ്പോഴേക്ക് പോലീസ് പിന്നോട്ട് പോയി. അയ്യപ്പന്മാരെ ഓടിച്ചിട്ട് അടിക്കുകയായിരുന്നില്ല ആദ്യ ദിവസങ്ങളിലൊക്കെ. ഈ വിവേചനം എങ്ങനെ വരുന്നു? നമ്മൾ ഇന്നും മതമല്ല. By law, by the definition of the law and constitution, we are not yet a religion. So we are being denied of our basic rights to worship. നമുക്ക് ആരാധന നടത്താനുള്ള അടിസ്ഥാന അവകാശത്തെ തന്നെ തള്ളിക്കളയുന്ന രീതിയിലാണ് കോടതികളുടെ പോക്ക്. ഇതിന് തടയിട്ടേ പറ്റൂ. ഇത് എല്ലാവർക്കും ബാധകമാണ് കേട്ടോ. ഇത് ഞാൻ പ്രത്യേകിച്ച് ഒരു പാർട്ടിയെ പറ്റിയല്ല പറയുന്നത്, എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ സംഘടിച്ചൊരു മതമായി തീരണമെന്ന് ആദ്യം ആഗ്രഹിച്ചത് ആരാന്നറിയോ? സാക്ഷാൽ ആദിശങ്കര ഭഗവത് പാദാചാര്യർ ശങ്കരാചാര്യ സ്വാമികളാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും അധികം ശങ്കരാചാര്യർ എതിർക്കപ്പെടുന്നത്? കാരണം ഈ എതിർക്കുന്നവർക്കറിയാം ഹിന്ദുവിനെ ഒരു മതമാക്കി തീർക്കാൻ ആദ്യം ശ്രമിച്ചത് ശങ്കരാചാര്യരാണ്. അതുകൊണ്ട് ശങ്കരാചാര്യരെ കിട്ടുന്നിടത്തൊക്കെ അടിക്കുക. ആ പൊട്ടൻ സുധാകരൻ വരെ ശങ്കരാചാര്യെ പറ്റി പറയാറുണ്ട്. പൊട്ടെന്ന് പറയുന്ന ബുദ്ധിസ്ഥിരത ഇല്ലാത്തതുകൊണ്ട്, മരുന്ന് സമയത്തിന് കഴിക്കാത്തതുകൊണ്ട് പറയുന്ന കേട്ടോ. മരുന്ന് സമയത്തിന് കഴിക്കാത്ത മന്ത്രിയില്ലേ, ശങ്കരാചാര്യർക്ക് എന്തറിയാം എന്നൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ശങ്കരാചാര്യ വഴിയിലൂടെ പോകുന്ന ഭട്ടന്മാർ പോലും കളിയാക്കുന്നത്? കാരണം ശങ്കരാചാര്യരാണ് ആദ്യമായിട്ട് പറഞ്ഞത്, നാം പൊതുവായ ആരാധനയെ സ്വീകരിച്ച്, വൈദികമായ തത്വങ്ങളെ സ്വീകരിച്ച്, ഉപനിഷത്ത് തത്വങ്ങളെ സ്വീകരിച്ച്, തന്ത്രത്തിന്റെ ശുദ്ധമായ ഭാവങ്ങളെ സ്വീകരിച്ച് ഒരു മതമായി തീരണമെന്ന് ആദ്യം പറഞ്ഞത് ശങ്കരാചാര്യരാണ്. അതിനുവേണ്ടി അദ്ദേഹം ഭാരതത്തിന്റെ 4 ഭാഗത്ത് 4 മഠങ്ങൾ ഉണ്ടാക്കി. ആ മഠങ്ങളിലൂടെ തത്വപ്രചരണം ചെയ്യാൻ വ്യവസ്ഥ ചെയ്തു. ഇന്നും ആ 4 മഠങ്ങൾ നിൽക്കുന്നതാണ് ഇന്ത്യയുടെ അതിര്. അതുകൊണ്ട് ശങ്കരാചാര്യ എതിർക്കപ്പെടുന്നു. പിന്നെയുള്ളത് വിവേകാനന്ദ സ്വാമികളാണ്. ഈ അടുത്ത കാലത്താണ് കഞ്ഞിപ്പശയുമായിട്ട് വിവേകാനന്ദ സ്വാമിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ നേരത്താണ് അങ്ങനെ ആളെ കാണുന്നത് തന്നെ ചെല്ലുന്നത്. വിവേകാനന്ദ സ്വാമികൾ ഷിക്കാഗോയിൽ പോയി 1893 ഓഗസ്റ്റ് അവിടെ എത്തി. സെപ്റ്റംബർ മാസം 11-ാം തീയതി പ്രസംഗം. സ്വാമിജി പ്രസംഗിച്ചു. ആദ്യത്തെ വരികളാണ്, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക,
ആദ്യമേ അമേരിക്കക്കാർക്ക് അത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. എന്താ ഇങ്ങനെ വിളിക്കുന്നു? അവിടെ എല്ലാവരും ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നാണ് വിളിക്കുന്നത്, ആണുങ്ങളെ പെണ്ണുങ്ങളെ. ആദ്യമായിട്ട് ഒരാൾ പോയിട്ട് അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ വിളിക്കുകയാണ്. എങ്ങനെയാണ് ഇത്ര അടുപ്പമുള്ള ഒരു വാചകം അയാൾക്ക് പ്രയോഗിക്കാൻ തോന്നിയത്? ബിക്കോസ് ഈസ് ഫ്രം ഇന്ത്യ. ഉപനിഷത്തിന്റെ സന്ദേശം എത്ര വിശ്വം ഭവത് ഏകനീടം, ഈ വിശ്വം മുഴുവൻ ഒരു കിളിക്കൂടാണ്, നാം എല്ലാം അതിലെ കിളിക്കുഞ്ഞുങ്ങളാണെന്ന് കണ്ട ഋഷിയുടെ സങ്കല്പമാണിത്. ഒരു ജഗന്മാതാവിന്റെ മക്കളാണ് നാം എല്ലാം എന്ന് ബോധിച്ച ഋഷിമാരുടെ നാടാണിത്. നിങ്ങളുടെ പകുതി വെന്ത സോഷ്യലിസവും ഒരിക്കലും വേവാത്ത കമ്മ്യൂണിസവും ഒക്കെ ലോകത്ത് നിന്ന് പറിച്ചെറിയപ്പെട്ടപ്പോഴും പറിച്ചെറിയപ്പെടാതെ നിൽക്കുന്ന ഒരു സന്ദേശമാണ് ഉപനിഷത്തിന്റെ സന്ദേശം. അതാണ് സ്വാമിജി അവിടെ പോയിട്ട് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് സ്വാമിജി തുടർന്ന് പറഞ്ഞ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഫിൽസ് മൈ ഹാർട്ട് ഇൻ ജോയ് അൺസ്പീക്കബിൾ ടു റൈസ് ഇൻ റെസ്പോൺസ് ടു ദ വാം ആൻഡ് കോർഡിയൽ വെൽക്കം യു ഹാവ് ഗിവൻ us. I thank you in the name of millions and millions of Hindus of all classes and sects. എല്ലാ വിഭാഗങ്ങളിലും പെട്ട, എല്ലാ തരങ്ങളിലും പെട്ട ഹിന്ദുക്കളുടെ പേരിൽ നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നു. I thank you in the name of millions and millions of Hindus of all classes and sects. പിന്നെയും പറഞ്ഞു, I thank you in the name of the mother of religions. മതങ്ങളുടെ മാതാവായ ഹിന്ദു ധർമ്മത്തിന്റെ പേരിൽ അമേരിക്കയിലെ വിദ്യാസമ്പന്നരായ നിങ്ങളെ ഞാൻ അഭിവാദനം ചെയ്യുന്നു എന്ന് പറഞ്ഞയാളാണ് ആര്? വിവേകാനന്ദ സ്വാമി. ആ വിവേകാനന്ദ സ്വാമിയെ പോസ്റ്ററിൽ ഒട്ടിച്ചാൽ പോരാ, അദ്ദേഹം പറഞ്ഞത് വായിക്കണം. നിങ്ങളിൽ ആർക്കെങ്കിലും ഹിന്ദു എന്ന് പറയാൻ ധൈര്യക്കുറവുണ്ടോ? ഞാൻ ഹിന്ദുവാണ്, നെറ്റിയിൽ കുറിചൂടാൻ എനിക്ക് മടിയില്ല, എന്റെ പാരമ്പര്യം ഋഷിമാരുടേതാണ് എന്ന് പറയാൻ മടിയില്ലാത്തവനൊക്കെ വിവേകാനന്ദന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ അധികാരമുണ്ട്, അല്ലാത്തവനില്ല. കാരണം വിവേകാനന്ദ സ്വാമികളുടെ ഷിക്കാഗോ പ്രസംഗം തുടങ്ങുന്നത് ഹിന്ദുക്കളുടെ പേരിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ്. അതിന്റെ അർത്ഥം അദ്ദേഹം അമേരിക്കയിൽ പോയത് ആരുടെ പ്രവാചകനായിട്ടാണ്? ഹിന്ദുവിന്റെ പ്രവാചകനായിട്ടാണ്. അമേരിക്കയിൽ അവർ തന്നെ ഉണ്ടാക്കിയ പോസ്റ്ററുകൾ ഇന്നും അത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് കിട്ടും. ആ പോസ്റ്റർ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? സ്വാമി വിവേകാനന്ദ ദ ഹിന്ദു മങ്ക് എന്നാണ്, ഹിന്ദു സന്യാസി എന്നാണ്. ഇന്ന് നിങ്ങൾ നാരായണ ഗുരുദേവനെ ഹിന്ദു അല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് പണിപ്പെടുന്നുണ്ട്. കാളീ നടനം, കുണ്ടലിനിപ്പാട്ട്, ചിജ്ജട ചിന്തനം, ആത്മോപദേശ ശതകം, ദർശനമാല, പിണ്ടനന്ദി, ശിവശതകം, സുബ്രഹ്മണ്യാഷ്ടകം, ബാഹുലേയാഷ്ടകം, വാസുദേവാഷ്ടകം, ഹിന്ദു ദേവീ ദേവന്മാരെ പറ്റിയും ഹൈന്ദവമായ ശാങ്കര വേദാന്തത്തെ പറ്റിയും തുറന്നെഴുതിയ മഹാനുഭാവനായ ആചാര്യന്റെ നാരായണ ഗുരുസ്വാമിയുടെ കൃതികളാണിവ. നിങ്ങൾ എങ്ങനെ ശ്രമിച്ചാലും അദ്ദേഹത്തെ ഹിന്ദു അല്ലാതാക്കാൻ സാധിക്കില്ല. ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ഒരുപാട്. കാരണം മൂല്യവത്തായതെല്ലാം അന്യവൽക്കരിക്കുക എന്നുള്ളത് നിങ്ങളുടെ നടപടിയാണ്. മൂല്യവത്തായതെല്ലാം അന്യവൽക്കരിക്കുക. വെടക്കാക്കി തനിക്കാക്കാത്തൊരു ചൊല്ലുണ്ട് നാടൻ ഭാഷയിൽ. യോഗ ദിനം വന്നപ്പോ മുഖ്യമന്ത്രി പറഞ്ഞെന്താ? യോഗ ഒരു മതാചാരമല്ല, ഒരു വെറും വ്യായാമമാണ്. യോഗയുടെ കൂടെ മന്ത്രമൊന്നും ജപിക്കണമെന്നില്ല. അയ്യോ കേമ മിടുക്ക, എവിടുന്നത് പഠിച്ചത്? പാതഞ്ജല യോഗമാണല്ലോ ഇന്ന് കാണപ്പെടുന്ന യോഗത്തിന്റെ അടിസ്ഥാനം. അതിലും പഴയ യോഗ സമ്പ്രദായങ്ങളുണ്ട്, പക്ഷേ പാതഞ്ജല യോഗമാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യോഗശാസ്ത്രം ഇന്ന്. ആ പാതഞ്ജല യോഗത്തിൽ പതഞ്ജലി മുനി പറയുന്നുണ്ടല്ലോ, പ്രണവഃ തസ്യ വാചകഃ, ഈശ്വരന്റെ വാചകം പ്രണവമാകുന്നു. പ്രണവം എന്ന് പറഞ്ഞാൽ ഓം. അത് ജപിക്കണം, അതിന്റെ അർത്ഥം ചിന്തിക്കണം യോഗ ചെയ്യുന്നവൻ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് യോഗയുടെ ആചാര്യനും തലതൊട്ടപ്പനുമായ പതഞ്ജലി മഹർഷിയാണ്. ഞങ്ങൾ ആര് പറയുന്നത് കേൾക്കണം? ഞങ്ങൾ യോഗ ചെയ്യുമ്പോൾ ഓംകാരം ജപിക്കണം, അതിന്റെ അർത്ഥം ചിന്തിക്കണം എന്ന് പറഞ്ഞ പതഞ്ജലി മുനി പറഞ്ഞത് കേൾക്കണോ? നിങ്ങൾ പറയുന്നത് കേൾക്കണോ? യോഗം വെറും വ്യായാമമല്ല, ഒരു മതാചാരമാകുന്നു. തുറന്നു പറയണം, ഇറ്റ് ഈസ് എ റിലീജിയസ് പ്രാക്ടീസ്. കാരണം മനസ്സിനെ അടക്കാൻ വേണ്ടി ഭാരതീയ ഋഷിമാർ കണ്ടെത്തിയ അനേക പന്ഥാക്കളിൽ ഒരു പന്ഥാവാണ് യോഗം. യോഗ ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തികളെ, ഫ്ലക്ച്വേഷൻസ് ഓഫ് ദ മൈൻഡ്, മനസ്സിന്റെ ഇളക്കത്തെ നിർത്തലാക്കലാണ് യോഗം. അതിനുവേണ്ടി ഓംകാരം ജപിക്കണം, അതിന്റെ അർത്ഥം ചിന്തിക്കണമെന്ന് ഈ യോഗസൂത്രകാരനായ
പതഞ്ജലി മഹർഷി എഴുതി വെച്ചിട്ടുണ്ട്, ഓംകാരം എന്ന മന്ത്രമില്ലാതെ ഹിന്ദുവിന് ഒരു യോഗവുമില്ല. തന്ത്രമാവട്ടെ, യോഗമാവട്ടെ, വേദാന്തമാവട്ടെ, ഓംകാരം എല്ലാറ്റിനും ഉള്ളതാണ്. ഓംകാരം ജപിക്കാത്ത യോഗം അത് വെറും വ്യായാമമാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ അറിയാം, മൂല്യവത്തായ എല്ലാറ്റിനെയും ഹൈന്ദവമല്ല എന്ന് മാറ്റിയെടുക്കാനുള്ള വ്യഗ്രത വളരെ അധികമാണ്. എന്തുകൊണ്ടായിരിക്കാം ശബരിമലയിലും ഈ വ്യഗ്രത കാണാൻ സാധിച്ചത്? അതിന് കാരണമുണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ ഒരു സീസണിൽ ഒന്നിച്ചു ചേരുന്ന സ്ഥലം ശബരിമലയാണ്. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഒരു തീർത്ഥാടന ഘട്ടത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം ശബരിമലയാണ്. ആ ശബരിമലയുടെ ഖ്യാതി ഇല്ലാതാക്കുക എന്നുള്ളത് മറ്റു പലരുടെയും ലക്ഷ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് ചുറ്റും എത്ര ക്രിസ്ത്യൻ പള്ളിയുണ്ട്? പരമാവധി 5 അല്ലേ? ചുറ്റും ഇങ്ങനെ എടുത്താൽ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ. എന്നാൽ ശബരിമലയുടെ ചുറ്റുപാട് 180 പള്ളികളാണ്. 180. പെന്തക്കോസ്തും അന്തക്കോസ്തും ഒക്കെ ഉണ്ട്. എന്തായിരിക്കും കാരണം? ചുറ്റിൽ നിന്നും ശബരിമലയെ കാലങ്ങളായി വരിഞ്ഞു മുറുക്കുന്ന വലിയ ശക്തികളുണ്ട്. അവർക്ക് വലിയ സ്ഥാപിത താല്പര്യങ്ങളുമുണ്ട്. കേവലം യുവതികളെ പ്രവേശിപ്പിക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ ഇതിനകം അവർക്ക് സാധിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു. അതല്ല ലക്ഷ്യമെന്ന് എപ്പോ മനസ്സിലായെന്നറിയോ? കണ്ണൂർ വിമാനത്താവളം ഉണ്ടാക്കി അന്ന് മനസ്സിലായി. അന്നറിയാതെ വായിൽ നിന്ന് വീണു പോയി, എരുമേലിയിൽ നമുക്കൊരു എയർപോർട്ട് വേണം. ചെറുവള്ളി എസ്റ്റേറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ചെറുവള്ളി എസ്റ്റേറ്റ് ആരുടേതായിരുന്നു? ബിലീവേഴ്സ് ചർച്ചിന്റെ മതപരിവർത്തനത്തിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള KP യോഹന്നാന്റെയാണ്. ആ KP യോഹന്നാനോട് സർക്കാർ കേസിന് പോയി. എന്താണെന്നറിയോ? സർക്കാർ ഭൂമി കയ്യേറി, ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം കയ്യേറിയെന്ന് സർക്കാർ തന്നെ കേസിന് പോയി കോടതിയിൽ കേസ് ഇപ്പോഴും ഉണ്ട്. ആ കേസ് വിധി വരുന്നതിന് മുമ്പേ തന്നെ സർക്കാർ എന്ത് ചെയ്യുന്നറിയോ? കാശ് കൊടുത്ത് യോഹന്നാനോട് സ്ഥലം വാങ്ങുകയും ചെയ്തു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ സ്ഥലം വാങ്ങുകയും ചെയ്തു. വാങ്ങിയിട്ടോ ഇപ്പൊ പറയുന്നത് ഇതിപ്പോ സർക്കാർ ഭൂമിയാണ്, കാശ് കൊടുത്ത് വാങ്ങിയല്ലോ. കേസ് വിധി എപ്പോ വേണേ വരട്ടെ. ഇനി ഇത് നമ്മൾ എന്താക്കി മാറ്റണം? എയർപോർട്ടാക്കി മാറ്റണം. ഇപ്പൊ ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? വളരെ സൂക്ഷിച്ച് ചിന്തിച്ചാൽ വളരെ വളരെ വലിയൊരു ഗൂഢാലോചന, അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട്, സംശയമില്ല. ഇതിന്റെ പിന്നിൽ മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ അടുത്തത് തലശ്ശേരിയിൽ വരും, തിരുവനന്തപുരത്ത് വരും, കൊല്ലത്ത് വരും. എവിടെയൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഭണ്ഡാരം നിറയുന്ന ക്ഷേത്രങ്ങളുണ്ടോ അതെല്ലാം ഹൈന്ദവമല്ല, മതേതരമാണെന്ന് ആദ്യം പറയുക. എന്നിട്ടോ അതിനുശേഷം അതിനെ അന്യവൽക്കരിക്കുക, നശിപ്പിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു, വിഗ്രഹാരാധന നശിച്ചാൽ അന്ധവിശ്വാസം നശിച്ചു എന്നൊക്കെ പറയുന്നവര് ക്ഷേത്രം നന്നാക്കാൻ വേണ്ടി എന്തായാലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടില്ല. അത് ഓർത്താൽ നന്ന്. എന്തിനാണ് നമുക്ക് ക്ഷേത്രങ്ങൾ? എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ആരാധിച്ച പോരാ. കാരണം സവിശേഷമായി തന്ത്ര സംവിധാനത്തിൽ ഊർജത്തെ കൃത്യമായി പരിപാകപ്പെടുത്തി ട്യൂൺ ചെയ്തു വെച്ചിരിക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയ ദേവിയോട് ഒരാൾ ചോദിച്ചു, എല്ലായിടത്തും ഈശ്വരനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? അപ്പൊ അമ്മ വളരെ ലളിതമായിട്ട് പറഞ്ഞു, മോനെ, വായു എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ആലിന്റെ ചോട്ടിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന സുഖമാ കാറ്റ്, അത് ആലിന്റെ ചോട്ടിൽ ഇരുന്നാലേ ഉള്ളൂ. അതുപോലെ തന്ത്ര സംവിധാനം കൊണ്ട് സവിശേഷമായ ചൈതന്യത്തെ കുടിയിരുത്തിയിരിക്കുന്ന ക്ഷേത്രങ്ങൾ നിലനിൽക്കണം. അത് ഹിന്ദുവിന്റെ ജീവനാഡിയാണ്. നിത്യേന ക്ഷേത്ര ദർശനം നടത്തുന്നത് നിത്യേന യജ്ഞശാലയിൽ പോകുന്നതിന്റെ ഫലം ചെയ്യും. കാരണം എല്ലാ മഹാക്ഷേത്രങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളല്ല, യാഗശാലകളാണ്. ആ യാഗശാലയുടെ മാതൃകയിലാണ്, അതിരാത്രത്തിന്റെ മാതൃകയിലാണ് എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ടാക്കിയിരിക്കുക. മഹാക്ഷേത്രങ്ങൾ യാഗശാലയിൽ എങ്ങനെയാണ് അതേപടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അഗ്നി എവിടെ വരും? മുഖ്യമായ അഗ്നി അവിടെയാണ് വിഗ്രഹം ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്നും വിഗ്രഹത്തിലേക്ക് ചെയ്യുന്ന എല്ലാ പൂജയും സ്വാഹ എന്ന മന്ത്രത്തോടു കൂടിയാണ്, സ്വാഹാകാരത്തോടു കൂടിയാണ്. സ്വാഹാകാരത്തോടു കൂടി ഉച്ചരിക്കപ്പെടുന്ന എല്ലാം അഗ്നിക്കുള്ളതാണ്. ഇന്നും ശിവൻ, വിഷ്ണു, കാളി, ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞാലും ആരാധിക്കപ്പെടുന്ന അഗ്നിയാണ്. വേദത്തിൽ മനുഷ്യരാശിയുടെ ആദ്യത്തെ വിജ്ഞാനത്തിന്റെ ഭണ്ഡാരമായിരിക്കുന്ന വേദത്തിൽ അഗ്നിം ഈടേ പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം ഹോതാരം രത്നധാതമം എന്ന് പറഞ്ഞു. ആദ്യത്തേത് അഗ്നിയാണ്. ആ അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ വേദം തുടങ്ങുന്നത്. ആ അഗ്നി തന്നെയാണ് ഓരോ ക്ഷേത്രത്തിലും വിവിധ മൂർത്തിയായി ആരാധിക്കപ്പെടുന്നത്. ഇപ്പൊ യൂണിറ്റേറിയൻ കോടതികൾക്കും യൂണിറ്റേറിയൻ മതങ്ങൾക്കും
വിഗ്രഹാരാധന ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ വലിയ പുരോഗമനമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, കുട്ടിക്കാലത്ത് ഞങ്ങൾ ഫുട്ബോൾ കളിക്കുമ്പോൾ അവിടെ അമേരിക്കയിലുള്ള ഒരു നേഴ്സിന്റെ കുടുംബം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികൾ വെക്കേഷൻ സമയത്ത് മാത്രമേ വരുള്ളൂ ഗ്രാമത്തിൽ. ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി വീണിട്ട് കാലിലെ മുട്ട ചെറുതായിട്ടൊന്ന് തൊലി പോയി. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഒരു വിലയുമില്ലാതെ നാട് മുഴുവൻ വളർന്നു നിൽക്കുന്ന ഒരു ചെടി ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? കമ്മ്യൂണിസ്റ്റ് അപ്പ. അത് ഒരു 4-5 ഇല പറിച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട്, കല്ലുകൊണ്ട് ഇടിച്ചിട്ട് ആ കുട്ടിയുടെ മുറിവിൽ വെച്ചു കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് ഈ കുട്ടിയുടെ അമ്മ ഓടി വന്നിട്ട് അത് തട്ടിക്കളഞ്ഞു പോയി. എന്താ നിങ്ങൾ ചെയ്യുന്നത്? അവിടെ സെപ്റ്റിക് ആവും, പഴുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും ആവില്ല ആന്റി, ഞങ്ങളെല്ലാവരും ചെയ്യുന്നതാണ്. ഞങ്ങളെല്ലാവരും വീട് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് അപ്പയാണ് വെക്കുന്നത്. ഒരു വിലയില്ലാത്ത ചെടിയാണ്, ഒരു വിലയില്ലാത്ത ചെടിയാണ്. ഇഷ്ടം മാതിരി വളരുകയും ചെയ്യും, പന്നി പറന്നത് പോലെ. ഞങ്ങളത് ആകെ ഒരു ഉപയോഗം ഞാൻ കണ്ടത് ഈ മുറിവിൽ ഇങ്ങനെ മരുന്ന് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ടൊരു ദോഷമില്ല ചേച്ചി, ഇത് ഇങ്ങനെ ഒരു പടു ചെടിയാണ്, ഒരു വസ്തുവിന് കൊള്ളില്ല. ഇത് ഞങ്ങൾ ഇങ്ങനെ മുറിവിൽ മരുന്ന് വെക്കുന്നതാണ്, ഇത് പെട്ടെന്ന് ഉണങ്ങിക്കോളെന്ന് പറഞ്ഞു. ഉടനെ ഈ സ്ത്രീ പറഞ്ഞു, ഇതൊക്കെ പ്രാകൃതമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുകയാണ്, ഇത് സെപ്റ്റിക് ആവുന്നു. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അവര് നഴ്സിംഗ് ഒക്കെ പഠിച്ച ആളാണ്. അവർക്ക് കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പറഞ്ഞാൽ അനാചാരമാണ്, നവോത്ഥാനം അവിടെ കൊണ്ടുവരണം. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് വേറെ എന്തൊക്കെയോ ഇഞ്ചക്ഷൻ എടുക്കണം, കുട്ടിക്ക് വേറെ മരുന്ന് വെക്കണം, അത് രോഗമായി കണക്കാക്കണം, വീണ് മുറിവിട്ടുന്നത്. ഹിന്ദുവിനെ സംബന്ധിച്ച് ഇതുപോലെയാണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അയ്യപ്പ സ്വാമി നമ്മുടെ ജീവനാടിയാണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഏതൊരു സിനിമയിൽ ജഗതി ഉണ്ട്, ഹിന്ദി അറിയില്ല. അപ്പോ ദുഷ്മൻ എന്ന് പറഞ്ഞ് കുടുങ്ങിപ്പോയി. അവസാനം ഹിന്ദിക്കാരൻ അടിക്കാൻ വരുമ്പോൾ അവൻ പറയുന്നത് ഈ മറുപടിയോട് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കാൻ. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയോടും കോടതികളോടും നമ്മൾ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? നമ്മുടെ ആചാരങ്ങളുടെ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും. അങ്ങനെ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്നാണോ ഇവർ വരുന്നത്? ആചാരങ്ങളൊക്കെ പാലിച്ച് അതിന്റെ ഒരു വിശുദ്ധി മനസ്സിലാക്കുന്ന കുടുംബങ്ങളിൽ വന്നാൽ ഇത് മനസ്സിലാവുള്ളൂ. ബോംബ് പറഞ്ഞിട്ടും അധ്യാപകരെ കുട്ടികളെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊന്നിട്ടൊക്കെ ഈ ക്രൂരത ചെയ്യുന്നവരാണ് നമ്മോട് നവോത്ഥാനം പറയുന്നത്. നിങ്ങൾ മനുഷ്യ സ്നേഹികളായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന നവോത്ഥാനത്തിന് ഒരു വിലയുണ്ട്. നിങ്ങൾ ആളുകളെ വെട്ടിക്കൊല്ലാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് എന്ത് നവോത്ഥാനം? നിങ്ങൾ ഇനി നവോത്ഥാനം ആവണം. നിങ്ങൾ ഈ വാളൊക്കെ ഒഴിവാക്കി AK-47 മാറണം. അതാണ് അപേക്ഷ. കാരണം ചത്ത് കിടക്കുന്ന കാണാൻ രസമുണ്ടാവും. താലിബാൻ പോലും അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. താലിബാൻ ഒന്നും വെട്ടിക്കൊല്ലല്ല, അവർ വെടിവെച്ച് കൊല്ലുകയാണ്. അത് കാണാൻ രസമുണ്ടാവും. ഇത് ആളുകൾ ഇന്നോവ മേടിച്ച് താഴ്ത്തിട്ടിട്ട് കൊടുവാളോട്ട് വെട്ടി മുഖം വെറുതാക്കെന്ന് പറയും, ഇറച്ചി വെട്ടുകാരെ പോലെ. ഇത് നവോത്ഥാനമല്ല. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. നിങ്ങൾ AK-47 വാങ്ങുന്ന കാശിലാൻഡെല്ലാം ഇഷ്ടംമാതിരി കാശിന്റെ കയ്യിൽ ഓഖി ഫണ്ടില്ല. ഇത് പറയുന്നത് എന്തിനെന്നറിയോ? നിങ്ങൾ ആരെയാണ് നവോത്ഥാനം പഠിപ്പിക്കുന്നത്? ശങ്കരാചാര്യർ മുതൽ രമണ മഹർഷി, നാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ തുടങ്ങി അതിമനീഷികളായിട്ടുള്ള മഹാന്മാരിവിടെ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ശബരിമലയിലെ യുവതികൾ കയറാത്തത് ഒരു അനാചാരമായിരുന്നുവെങ്കിൽ, ഒരു ദുരാചാരമായിരുന്നുവെങ്കിൽ ആദ്യം അതിനെ ചോദ്യം ചെയ്ത് തിരുത്താൻ നാരായണ ഗുരുസ്വാമി മുമ്പിൽ വരില്ലായിരുന്നോ? നാരായണ ഗുരുദേവന് പോലും തോന്നിയിട്ടില്ല ഇത് അനാചാരമാണെന്ന്. സ്വാമിക്ക് അറിയാമായിരുന്നു ഇത് അവിടുത്തെ ആചാര സവിശേഷത മാത്രമാണ്. നിങ്ങൾ ഇന്ന് പുതിയ കുറച്ച് കോടതി ചെലവിൽ വിപ്ലവം നടത്തുന്ന ആൾക്കാരാണ് പറയുന്നത് അവിടെ നവോത്ഥാനം വേണമെന്ന്, യുവതികൾ കയറണമെന്ന് നിങ്ങൾ പറയുന്നു. ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ പാരമ്പര്യം എടുക്കുക. ശബരിമലയെ സംബന്ധിച്ച് ആദ്യമായി ഒരു റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നത് ബ്രിട്ടീഷ് സർക്കാരാണ്. വോർഡ് ആൻഡ് കോർണർ എന്ന് പറയുന്ന 2 സായിപ്പന്മാർ ചേർന്ന വലിയ പുസ്തകമാണ്, റിപ്പോർട്ടാണ്. 1830 ഏറ്റവും ശബരിമലയിൽ നിന്ന് അവൈലബിൾ ആയിട്ട് ഏറ്റവും പഴയ റെക്കോർഡ് അതാണ്. തിരുവട്ടയച്ചാർത്ത് വേറെയുണ്ട്, മലയാള വട്ടയെഴുത്തിലുള്ളതാണ്. ഇത് ഗവൺമെന്റ് രേഖയാണ്. 1830 ശബരിമല റിപ്പോർട്ടില് വോർഡൻ കോർണർ പറയുന്നത് ശബരിമല എന്ന ക്ഷേത്രം 18 പടികൾ കടന്ന് ചെല്ലേണ്ടതാണ്, കാടിന് നടുവിലാണ്. ഈ ശബരിമലയിൽ അവര് ശൗരിമല എന്ന് എഴുതിയിരിക്കുന്നതിൽ അന്നത്തെ കാലത്ത് ഇംഗ്ലീഷുകാർക്ക് അറിയില്ലല്ലോ. തലശ്ശേരി തെല്ലിശ്ശേരിയാക്കിയ ആൾക്കാരാണ്, കണ്ണൂർ കാനന്നൂരാക്കിയ മഹാന്മാരാണ്, കൊല്ലം ക്യുലോണാക്കിയവരാണ്, തൃശ്ശിവ പേരൂർ തൃച്ചൂറാക്കിയവരാണ്. അതുകൊണ്ട് അവര് തെറ്റിദ്ധരിച്ചതിൽ അത്ഭുതമൊന്നുമില്ല. സായിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, സായിപ്പിന് നിങ്ങൾ ഈ നവോത്ഥാന പട്ടം കിട്ടിയ ഈ വിഡ്ഢികളെക്കാൾ മാന്യത സായിപ്പിനുണ്ട്. സായിപ്പ് ഉള്ളത് യഥാർത്ഥം എഴുതി വെച്ചു. സായിപ്പിന്റെ റിപ്പോർട്ടുകൾ അധികവും വിശ്വസിക്കാവുന്നതാണ്. 1921
മലബാർ മാപ്പിള ലഹളയിൽ കൊല്ലപ്പെട്ട ഹിന്ദുക്കളുടെ കണക്കൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് സായിപ്പുള്ളതുകൊണ്ട് നിങ്ങളാണ് അത് മുക്കിക്കളഞ്ഞത്. സായിപ്പ് കൃത്യമായിട്ട് എഴുതി വെച്ച്, സായിപ്പ് തെമ്മാടിത്തരം ചെയ്താലും അത് പറയാൻ ധൈര്യമുള്ളവരാണ്. നിങ്ങൾ തെമ്മാടിത്തരം ചെയ്യുകയോ നവോത്ഥാനം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമലയില് 10നും 55നും ഇടയ്ക്കുള്ള സ്ത്രീകൾ കയറാറില്ലെന്ന് ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും പഴയ റിപ്പോർട്ടാണ്. അവിടെയാണ് നിങ്ങൾ പറയുന്നത് 1980 സ്ത്രീകൾ കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെ 1980 സ്ത്രീകൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സർക്കാരിനാണ്. കാരണം 1950 മുതൽ തന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. 57 ആദ്യത്തെ EMS സർക്കാർ വന്ന സമയത്ത് മുതലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളാ ഉത്തരവാദി. ദേവസ്വം ബോർഡ് അനുമതിയോടുകൂടി പണം വാങ്ങിയിട്ട് ആരെങ്കിലും യുവതികളെ അവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആചാരമല്ല, അനാചാരമാണ്, ആചാര ലംഘനമാണ്. അങ്ങനെ ഉദാഹരണം എന്താ പറയാ, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കോപ്പി അടിക്കരുത് പരീക്ഷയ്ക്ക്. കോപ്പി അടിക്കരുത്, അതാണ് ആചാരം. അപ്പോ ഒരു കുട്ടി ടീച്ചർ കണ്ണിറുക്കിയിട്ട്, ടീച്ചർ കണ്ണടച്ചിട്ട് കോപ്പി അടിച്ചു പാസ്സായി. അവൻ പാസ്സായി വന്നിട്ട് പറയാണ് കോപ്പി അടിക്കരുതെന്ന് ആരാ നിയമമുള്ളത്? എവിടെ നിയമമില്ല, ഞാൻ കോപ്പി അടിച്ചിട്ടാ പാസ്സായെന്ന് പറഞ്ഞാൽ അത് നാളെ മുതൽ ആചാരാക്കാൻ പറ്റുമോ? എല്ലാ പരീക്ഷാ കേന്ദ്രത്തിലും ടീച്ചർമാർ കണ്ണടച്ചിരിക്കുക, കുട്ടികൾ കോപ്പി അടിക്കുക എന്നുള്ള സർക്കാരിന്റെ ഔദാര്യം കൊണ്ട് സർക്കാർ ദേവസ്വം ബോർഡ് പണം വാങ്ങിയിട്ട് ഷൂട്ടിങ്ങിനോ സിനിമാ ഷൂട്ടിങ്ങിനോ ഒക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പന്റെ ഇംഗിതമല്ല, ആചാര ലംഘനമാണ്. അത് നാളത്തെ ആചാരമാക്കണമെന്ന് പറഞ്ഞാൽ അത് അയ്യപ്പനെ കളിയാക്കലാണ്. കാരണം ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പഴയ വാർഡൻ കോർണർ റിപ്പോർട്ടിൽ പോലും സ്ത്രീകൾ യുവതികൾ അവിടെ കയറിയിരുന്നില്ലെന്ന് സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വിരുദ്ധമാണ്. ശരി, ഒരാൾ അതിനിടയ്ക്ക് പ്രസംഗിച്ചു, ചിന്താവിഷ്ടയായ സീതയെ കൊണ്ട് രാമനെ വിമർശിപ്പിച്ച നാടാണ് നമ്മുടേത്. ശരി, എന്തുകൊണ്ട് കുമാരനാശാന്റെ ചിന്താവിഷ്ടയ സീത മാത്രം നിങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ട് അതേ കുമാരനാശാൻ എഴുതിയ ദുരവസ്ഥ ചർച്ചയ്ക്കെടുക്കുന്നില്ല? നിങ്ങളുടെ ഇരട്ടത്താപ്പ പറയുന്നത് നിങ്ങളുടെ നവോത്ഥാനം ഒറ്റക്കണ്ണ നവോത്ഥാനമാണ്. ഹിന്ദുക്കളെ മാത്രം വിമർശിക്കുക, ഹിന്ദുക്കളുടെ ആചാരങ്ങളെ മാത്രം വിമർശിക്കുക, വിഗ്രഹാരാധനയെ മാത്രം എതിർക്കുക. എന്താണോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്ദേശിച്ചത്, എന്താണോ ആഗോളതലത്തിൽ IS പോലുള്ള ഭീകരവാദ സംഘടനകൾ പറയുന്നത്, അതിന്റെ മലയാള പരിഭാഷ തയ്യാറാക്കലാണ് നിങ്ങളുടെ നവോത്ഥാനം. അതുകൊണ്ട് വിഗ്രഹാരാധന ഹിന്ദുക്കളിൽ 90% ആചരിക്കുന്ന, 99% ആചരിക്കുന്ന ഒരു മതാചാരമാണ്. അതിന് മതാചാരത്തിന്റെ സ്റ്റേറ്റസ് നിയമപരമായി ഉണ്ടാക്കിയെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇതൊന്നുകൂടി പറയും. ആ ഉത്തരവാദിത്വം ഒരിക്കലും BJP സർക്കാർ പൊളിച്ചോടാൻ സാധിക്കില്ല. അവർ പോവാൻ പാടില്ല. BJP സർക്കാർ തീരുമാനമെടുക്കണം. കോടതിയിൽ ഇനി മുതൽ ഹിന്ദു എന്നത് മതമാണെന്നും വിഗ്രഹാരാധന അതിന്റെ എസെൻഷ്യൽ പാർട്ടാണെന്നും എഴുതി കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർക്കണം, നിയമനിർമ്മാണം ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ പത്മനാഭസ്വാമി എന്താ കിടക്കുന്നത്, അയ്യപ്പനെ ഇരിക്കില്ല, അതുപോലെ പത്മനാഭൻ എനിക്ക് ഇരിക്കുന്നു പറയൂര്. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരേപോലെ ആയി മാറണം. 3B എടുത്ത് കളഞ്ഞിരിക്കുക, പത്മനാഭൻ മാത്രമാണ് കിടക്കണം, എനിക്ക് ഇരിക്കുന്നു പറയും. ഇപ്പൊ വിരിവെക്കുന്നിടത്ത് പോലീസ് പോയിട്ട് വെള്ളം ഇങ്ങനെ അടിക്കണ്ടല്ലോ, അതുപോലെ പത്മനാഭനും പ്രതീക്ഷിക്കാം. കിടക്കണ്ട, എണീറ്റോളം പറയും. കുറച്ച് അപ്പുറത്ത് പോയി ഗുരുവായൂരപ്പം നിൽക്കുക, എന്താ നീ നിൽക്കുന്ന ഇരിക്കുക, എല്ലാവരും അയ്യപ്പനമാരി അവിടെ കുത്തിയിരിക്കുക അവിടെ എന്ന് പറയും. ഇങ്ങനെ നമ്മുടെ ക്ഷേത്രങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ ഇനിയും വരും. അതിനാണ് ഇവരിവിടെ ഇരിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബ്രിട്ടീഷുകാരന്റെ ബ്രെയിൻ വേറുന്ന ബ്രിട്ടീഷുകാരന്റെ ചാരസന്തതികളാണ് ഇവർ. ചാരസന്തതികളാണ്, ബ്രിട്ടീഷുകാരന് വേണ്ടിയുള്ള സ്പൈസ് ആണ്. കാരണം ഇവർക്ക് ഹിന്ദുവിന്റെ ആചാരങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര മോശമായിട്ട് തോന്നുന്നു. പൊങ്കാല ഇടുക, ഒരാൾ പറഞ്ഞതാണ്, എന്തിനെത്ര എല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം പൊങ്കാലിടുന്നു, എല്ലാ ദിവസവും കുറച്ച് ടീം ഒന്ന് ഇട്ടിട്ട് പോയിക്കോട്ടെ. എന്തിനാ? കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ ഉത്സവമാണ് പൊങ്കാല, അത് ഹിന്ദുവിന്റെ ഉത്സവമാണ്. ആ സ്റ്റേറ്റസ് പോക്കണം അതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോ ഹൈന്ദവമായ ആചാരത്തെയും പല രീതിയിൽ കളിയാക്കിക്കൊണ്ടും നിന്ദിച്ചുകൊണ്ടും അന്യവൽക്കരിച്ചുകൊണ്ടും നശിപ്പിക്കുകയാണ്. ഒരു മഹാൻ പറഞ്ഞാണ്, ആറ്റുകാൽ പൊങ്കാല റോഡ് തടസ്സമാണ് വണ്ടി പോകുന്നതിന്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സ്ത്രീകളും എല്ലാ ദിവസവും വന്നിട്ട് കുറച്ച് പേര് വന്ന് ഇട്ടിട്ട് പോയിക്കോട്ടെ. ഒരു പ്രത്യേക ദിവസം എല്ലാവരും ഇടണ്ട. ഒരു പ്രത്യേക ദിവസം എല്ലാവരും ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമെന്നറിയോ? ഹിന്ദുവിന് ലോകത്തിന്റെ മാപ്പിൽ ഒരു ചിത്രം കിട്ടും. എന്താണ്? ഏറ്റവും വലിയ ഏഷ്യയിലെ സ്ത്രീകളുടെ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. അവിടെ പുരുഷന് പ്രവേശനമില്ല. നാളെ ഞാൻ കേസ് കൊടുക്കുകയാണ്, ആറ്റുകാലിലെ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, എനിക്കും കയറണം പൊങ്കാല ഇടാന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഒരുമിച്ച് വിചാരിച്ചാൽ മതി ഓനെ പൊങ്കാല ഇടാൻ, അല്ലേ?
ഇതാണ് നടക്കുന്നത്. എല്ലാം ഒരുപോലെ ആവണം. ഒറ്റക്കണ്ണൻ കോടതികൾ, ഒറ്റക്കണ്ണൻ സർക്കാരുകൾ. അവർക്ക് സംഘടിത മതങ്ങളുടെ തിട്ടൂരമാണ് വലുത്. സംഘടിത മതങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ വിഗ്രഹാരാധന ബലാത്സംഗത്തെക്കാളും കൊള്ളിവെപ്പിനേക്കാളും കൊള്ളയേക്കാളും കൊലപാതകത്തെക്കാളും വലിയ പാപമാണ്. സംഘടിത മതങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ ശിർക്ക് അല്ലെങ്കിൽ വിഗ്രഹാരാധന, ഐഡൽട്രി എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണ്. ഒരു വിഗ്രഹത്തെ വണങ്ങിയാൽ ഏറ്റവും വലിയ പാപമാണ്. അത് തന്നെ സർക്കാർ ഒരു മതേതര സർക്കാർ ഏറ്റുപറയുമ്പോൾ അതിനർത്ഥം ഈ മതേതര സർക്കാർ ഹിന്ദു വിരുദ്ധ സർക്കാരാണെന്നാണ്. കാരണം നമുക്ക് വിഗ്രഹങ്ങളിലൂടെ ആരാധിച്ചാണ് പരിചയം. അഗ്നിയിലൂടെ ഈശ്വരനെ കാണുക, സൂര്യനിലൂടെ ഈശ്വരനെ കാണുക, മിത്രനിലൂടെ, വരുണനിലൂടെ, ഇന്ദ്രനിലൂടെ, ശിവനിലൂടെ, കാളിയിലൂടെ, അയ്യപ്പനിലൂടെ എല്ലാം പരമാത്മാവിനെ കാണുന്ന ഏകാഗ്രതയ്ക്ക് വേണ്ടി രൂപങ്ങളെ ഉപയോഗിക്കുന്ന സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. അതുകൊണ്ട് വിഗ്രഹാരാധന ഇല്ലാതായാൽ തകരുന്നത് നമ്മുടെ ബേസിക് ഫാബ്രിക്കാണ്. അടിസ്ഥാനപരമായ നമ്മുടെ തന്തുവാണ് തകർന്നത്. ഇതിന് വളം വെച്ച് കൊടുക്കരുത്. അടിയന്തരമായിട്ട് സർക്കാർ നിയമനിർമ്മാണം ചെയ്യണം. ശബരിമലയിൽ ഈ കേവലം യുവതികൾ പ്രവേശിക്കുന്നതിനെ പറ്റി അല്ല ഈ വിധി എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞത്. ഈ വിധി എന്താണ്? എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും ഒരു തരത്തിലുമുള്ള വിവേചനവും പാടില്ല, ഒരു തരത്തിലുള്ള പ്രത്യേകതയും പാടില്ല എന്ന വിധിയാണ്. നാളെ എന്താവുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതുവരെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട്, ഞാനൊന്നും പറഞ്ഞുകൊണ്ടൊന്നും അല്ല കേട്ടോ, അയ്യപ്പസ്വാമിയുടെ കൃപ കൊണ്ട് ഇതുവരെ അവിടെ യുവതികൾ കയറിയില്ല. അത് അയ്യപ്പസ്വാമിയുടെ മാത്രം അനുഗ്രഹമാണ്. ഈ ഡിസംബർ 26 നമുക്കൊരു ശബരിമല അയ്യപ്പ ജ്യോതി അയ്യപ്പ ജ്യോതി തെളിയിക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. അതില് ജാതി രാഷ്ട്രീയ ഭേദം വിചാരിക്കരുത്. അയ്യപ്പ സ്വാമി അത് പ്രതീകമാണ്. അഗ്നി തെളിയിക്കുക എന്നുള്ളത് ഒരു പ്രതീകമാണ്. കാരണം നമ്മുടെ നവോത്ഥാനം പടവലന്മാര് താഴോട്ടുള്ള നവോത്ഥാനം അല്ല, അഗ്നി പോലെ മേലോട്ടുള്ള നവോത്ഥാനം. അതുകൊണ്ട് ആ ജ്യോതി തെളിയിക്കും. മനസ്സിലായില്ലേ? ഈ മതില് കെട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? മതില് കെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളും ഞങ്ങളും വേറെയാണെന്ന് പറയും അല്ലേ? എന്റെ പറമ്പിൽ ഞാൻ മതില് കെട്ടിയാൽ അന്യനും ഞാനും വേറെയാണെന്നുള്ള ബോധം ഉണ്ടാക്കുക, മതില് കെട്ടി തിരിക്കുക അല്ലേ? രാജ്യാതിർത്തികൾ, വ്യക്തികളുടെ വീടിന്റെ അതിർത്തികൾ, പോലീസ് സ്റ്റേഷന്റെ മതില്, കോടതിയുടെ മതില്, ജയിലിന്റെ മതില്. മതിലുകൾ എന്ന് പറഞ്ഞാൽ ഭീതിതങ്ങളാണ്. മതിലുകൾ എന്നൊരു സിനിമയുണ്ട്, ബഷീറിന്റെ ഒരു നോവൽ സിനിമയാക്കി. അതിനർത്ഥം എന്താ? പ്രണയത്തെ തടുക്കുന്ന മതിൽ അല്ലേ? സ്നേഹത്തെ രണ്ടാക്കി നിർത്തുന്ന മതിൽ. മതിൽ എന്ന് പറയുന്നത് എപ്പോഴും തടസ്സമാണ്. ഇപ്പൊ വനിതാ മതിൽ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികൾക്കുള്ള ഒരു തടസ്സമായിട്ടുള്ള മതിലാണ്. വിശ്വാസികളാണ് അവിടെ മതിൽ കെട്ടി തടയുന്നത്. അവിശ്വാസികൾ മതിൽ കെട്ടും. വിശ്വാസിക്ക് മതിലില്ല. അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ച് പറയനില്ല, പുലയനില്ല, ഈഴവനില്ല, നായരില്ല, നമ്പൂതിരിയില്ല. അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ച് അയ്യപ്പന്മാരെ ഉള്ള മുമ്പിൽ മാളികപ്പുറങ്ങൾ അല്ലേ? അയ്യപ്പൻ ഒരു മതിലും കെട്ടിയിട്ടില്ല. പകരം എന്താണ്? മകരജ്യോതി തെളിയിച്ചത് അല്ലേ? അയ്യപ്പൻ മകരജ്യോതി തെളിയിച്ചു. കാരണം അഗ്നിയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ വൈഭവം. എത്ര താഴ്ത്തിപ്പിടിച്ചാലും പന്തത്തിന്റെ നാളം മേലേക്ക് പോകും അല്ലേ? എത്ര താഴ്ത്തിപ്പിടിക്കാൻ ശ്രമിച്ചാലും അഗ്നി നാളം മേലേക്ക് പോകും. അതുപോലെ ശബരിമലയിലെ ഈ ജ്യോതിയും എത്ര താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും മേലേക്ക് പോകും. അതിന്റെ പ്രതീകമാണ് ഡിസംബർ 26 അയ്യപ്പൻ ജ്യോതി. അതുകൊണ്ട് എല്ലാവരും മടി കൂടാതെ അതിൽ പങ്കെടുക്കണം. അത് അവർ നടത്തുന്നതാണ്, ഇവർ നടത്തുന്നതാണ്, അതൊന്നും നമ്മൾ പറയണം. ആര് നടത്തിയാലും ഹിന്ദുവിന് വേണ്ടിയാണല്ലോ നടത്തുന്നത്, അതിൽ അണിചേരുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. ഹിന്ദുവിന് വേണ്ടി ആരും ഇവിടെ അയ്യപ്പ ജ്യോതി നടത്തുന്നില്ല. എല്ലാവർക്കും മതിൽ കെട്ടാനേ താല്പര്യമുള്ളൂ. അത് ഏറ്റവും ബഹുരസം കഴിഞ്ഞ ദിവസം ഒരു ചിത്രം കണ്ടാണ്. നല്ലവണ്ണം തട്ടം കെട്ടി മറച്ച് കണ്ണു മാത്രം പുറത്ത് കാണുന്ന ഒരു താത്ത വന്നിട്ടാണ് മതിൽ കെട്ടാൻ പോകുന്നത് പറയുന്നത്. സ്വന്തം മതത്തിന്റെ മതിൽക്കെട്ട് പൊളിച്ച് പുറത്തു വരാൻ കഴിയാത്തവര് അന്യന്റെ മതാചാരം അപഹസിക്കപ്പെടാൻ വേണ്ടി മതിൽ കെട്ടാൻ ഇറങ്ങുന്നെങ്കിൽ ഇത് ഹിന്ദു വിരുദ്ധമായ ഒരു സമരമാണ്. ഹിന്ദു വിരുദ്ധമായതിനൊക്കെ ആളെ കൂട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മതേതര സർക്കാരിന്റെ ജോലിയല്ല അത്. ഒരു ക്ഷേത്രത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ ഒരു സർക്കാരിന് നാട്ടുകാരുടെ പിന്തുണ വേണ്ടി വരുന്നു എന്ന് നമ്മൾ വായിക്കേണ്ടി വരും. ചിലരൊക്കെ നമ്മളോട് കാല് വരുന്ന സമീപനം എടുത്തിട്ടുണ്ട്. നാളുകളിൽ ഹിന്ദുക്കൾ തന്നെ അവരെ പാഠം പഠിപ്പിക്കും, സംശയം വേണ്ട. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്നവർക്കും കാര്യം മനസ്സിലായി. അതായത് തെറ്റ് ചെയ്യാത്തവന് മനസ്സിലായി ഇത് ഹിന്ദുക്കൾക്കെതിരെയുള്ള സമരമാണ് എന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി, രഹന ഫാത്തിമ എന്ന് പറഞ്ഞ പെൺകുട്ടി, നഗ്ന ചിത്രങ്ങൾ മാത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു സ്ത്രീ ആയിരുന്നു. അവർ പെട്ടെന്നൊരു അയ്യപ്പ ഭക്തിയുടെ വേഷം കെട്ടി ശബരിമലയ്ക്ക് വന്നാൽ അവരെ അവിടെ കയറ്റണം എന്ന് പറയുന്നത് എന്ത് ഭക്തിയാണ്? ഹിന്ദു വിരുദ്ധതയല്ലേ? അത്തരം ഹിന്ദു വിരുദ്ധതകൾക്ക് നമ്മൾ വളം വെച്ച് കൊടുക്കണം എന്നാണോ പറയുന്നത്?
അവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന എന്തിനായിരിക്കും? അയ്യപ്പനെ തൊഴുത് പുണ്യം നേടാനാണ്. എന്താ ഇത്രയും കാലം തോന്നാഞ്ഞത്? അതിന്റെ കാരണം ഇത് ക്രൂരമായിട്ടുള്ള ഹിന്ദു നിന്ദയാണ്. വെറും ഒരു നവോത്ഥാനമല്ല, ഹിന്ദു വിരുദ്ധതയാണ്. അതുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന 9 അക്ഷരം അത് നവാക്ഷരിയാണ്. ആ നവാക്ഷരി കേരളമെമ്പാടും സെപ്റ്റംബർ 28 ഈ വിധി വന്നതിന് ശേഷം ഇതാ ഇന്നു വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അയ്യപ്പ സ്വാമിയുടെ നാമം അലയടിക്കുകയാണ്. ഏതൊരു നാമം ജപിക്കരുതെന്ന് പറഞ്ഞുവോ, ഏതൊരു നാമം ജപിച്ചാൽ നിങ്ങളെ പോലീസ് പിടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയോ, ആ നാമം തടയാൻ നിങ്ങൾ ആരും വളർന്നിട്ടില്ലെന്ന് സ്വാമി അയ്യപ്പൻ തെളിയിച്ചു. ആ നാമം ഇന്ന് കേരളമെമ്പാടും സ്വാമിയെ ശരണമയ്യപ്പൻ എന്ന നവാക്ഷരി ഉയർന്നു കേൾക്കുകയാണ് എല്ലാവരും. നമ്മളൊരു 20 വർഷം മുമ്പാണ് നമ്മളിങ്ങനെ സംഘടിച്ചിരുന്നതെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ക്രൂരന്മാർ ഭരിക്കുക പോലുമില്ലായിരുന്നു. സംശയം വരിക. എല്ലാ മതക്കാരുടെയും വികാരം മനസ്സിലാക്കാൻ സർക്കാരിന് കഴിയും. കുരിശു പിഴുതാൽ അവിടെ വികാരം കാണാൻ പറ്റും. മറ്റൊരു പള്ളിയുടെ കാര്യത്തിൽ വികാരം കാണാൻ സാധിക്കും. അയ്യപ്പ ഭക്തന്മാരുടെ വികാരം മാത്രം കാണുന്നില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? നമ്മൾ സംഘടിത മതമല്ല, സംഘടിത വോട്ട് ബാങ്ക് അല്ല. നമ്മൾ ഇല്ലാതെയും ജയിച്ചു ഭരണക്കസേരയിൽ ഇരിക്കാൻ എനിക്ക് കഴിയുമെന്ന സ്വന്തം ധാർഷ്ട്യമാണ് കാണിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രത്തിൽ ഞാൻ പറയട്ടെ, ജനാധിപത്യ രാഷ്ട്രത്തിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ഞാൻ ഹിന്ദു എന്ന നിലയ്ക്ക് ശബരിമലയിൽ എന്റെ ഭക്തന്മാരെ, അയ്യപ്പ ഭക്തന്മാരെ അടിച്ച പോലീസുകാരെ നയിച്ച സർക്കാരിനെ ആ പ്രത്യയശാസ്ത്രത്തെ ജന്മത്തൊരിക്കലും പിന്തുണയ്ക്കാൻ എനിക്ക് സാധിക്കില്ല. അത്രയ്ക്ക് മുറിപ്പെട്ടിട്ടുണ്ട് എന്റെ മനസ്സ്, എന്റെ വൈകാരിക മനസ്സ് അത്രയ്ക്ക് മുറിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തിരുത്തൽ വേണമെങ്കിൽ വോട്ടവകാശം തന്നെയാണ് വില. നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയോ? അത് വോട്ടവകാശമാണ്. അത് ഹിന്ദു വിരുദ്ധന്മാർക്ക് ഒരിക്കലും കൊടുക്കില്ല എന്ന് നിശ്ചയമെടുത്തിട്ട് വേണം ഈ ജഗന്നാഥന്റെ മുമ്പിൽ നമ്മൾ പോവാൻ. അത് നമ്മൾ ഇതുവരെ ചെയ്തില്ല. നമ്മൾ ജാതികളായി മാറി, നമ്മൾ രാഷ്ട്രീയക്കാരായി മാറി. ഹിന്ദുവെങ്കിലും പരസ്പരം കണ്ടാൽ പോരടിക്കുന്നവരായി. തങ്ങളിൽ മുഖത്തുതുപ്പും നമ്മൾ ഒന്നൊന്നു ചൊല്ലും ചിരിക്കും. നാറാണത്ത് ഭ്രാന്തന്റെ മധുസൂദനൻ എഴുതി വെച്ചാണ്. തങ്ങളിൽ മുഖത്തുതുപ്പും, കണ്ടാൽ മുഖത്തുതുപ്പും. ഹിന്ദുവാണ്, ഞാനും ഹിന്ദുവാണെന്ന് എല്ലാവരും പറയും. പക്ഷെ അങ്ങനെ പോരാ. ഇനി ആചാരങ്ങളിലൂടെ, അറിവിലൂടെ, നമ്മുടെ മഹാപുരുഷന്മാരിലൂടെ ഒന്നിച്ച ഹിന്ദുവാണ് 2018 അയ്യപ്പൻ സമ്മാനിച്ച ഹിന്ദു ബോധം. അതുകൊണ്ട് ഇനി വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കടക്കൽ കത്തിവെക്കുന്ന അരിവാളുകളൊന്നും നമുക്ക് വേണ്ട. സംസ്കാരത്തിന്റെ വൃക്ഷത്തിനെ അരിയാൻ വേണ്ടിയുള്ള ഒരു അരിവാളും വേണ്ട നമുക്ക്. നമ്മുടെ നെറുന്തലക്കടിക്കുന്ന ഒരു ചുറ്റികയും വേണ്ട. അത്തരം നക്ഷത്രം നമ്മൾ എണ്ണുകയും വേണ്ട. ഇത് വളരെ ശ്രദ്ധിച്ച് പറയുന്ന കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞു ഹിന്ദുക്കൾ അപരിഷ്കൃതരാണ്, കാരണം അവർ വിഗ്രഹാരാധകരാണ്. ശരിയെങ്കിൽ അത് നടപ്പാക്കാനാണോ മതേതര സർക്കാർ? അതിന് നിങ്ങൾ വേണ്ട. ഞങ്ങളുടെ ആചാരങ്ങൾ ഞങ്ങൾക്ക് അനാചാരങ്ങളല്ല, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവയാണ്. കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓരോ ക്ഷേത്രവും അതിന്റെ ഓരോ സവിശേഷതയും ഞങ്ങളെ സംബന്ധിച്ച് ജീവന് തുല്യമാണ്. നിങ്ങൾ കണ്ടില്ലേ, ആദ്യം ഒരു മന്ത്രി പറഞ്ഞു 2 ദിവസം ഏറിയാൽ ഈ സമരം മുന്നോട്ട് പോകും. അത്രേ ഉണ്ടാവുള്ളൂ. സെപ്റ്റംബർ 28 മുതൽ. ഇന്നിപ്പോ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 18-ാം തീയതിയും നമ്മൾ ഇത്രയും പേര് ഈ ഒരു അയ്യപ്പ സ്വാമിയെ ഓർത്ത് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഹിന്ദുവിന്റെ ഉണർവാണ്, സംശയമില്ല. ഈ ഉണർവിന് വേണ്ടി ജീവൻ കൊടുത്ത അനേകം പേരിവിടെ ഉണ്ട്. ഈ ഒരു ഉണർവിന് വേണ്ടി ചോര ചിന്തിയ അനേകം മഹാരഥന്മാർ നമുക്ക് മുമ്പേ നടന്നു പോയിട്ടുണ്ട്, കൊടക്കത്തിക്ക് ഇരയായിട്ടുണ്ട്. അവരെ എല്ലാം ഓർത്തുകൊണ്ട് ഞാൻ പറയട്ടെ, ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു ദുസ്ഥിതി ഒരു ആരാധനാലയത്തിൽ പോലീസുകാരൻ അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ നിരോധനാജ്ഞ നടപ്പിലാക്കുകയാണ്, ദിവസം നീട്ടിക്കൊടുക്കുകയാണ്. ഇങ്ങനെ വടം കെട്ടി തിരിച്ചിരിക്കുന്ന വിശ്വാസികളെ അകറ്റി നിർത്തുന്ന ഒരു സർക്കാർ സംവിധാനം മറ്റൊരു ആരാധനാലയത്തിലും, മറ്റൊരു മതത്തിന്റെ ആരാധനാലയത്തിലും നടപ്പിലാക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടാവില്ല. നവോത്ഥാനം ഇനി ഹിന്ദുവിന്റെ ചെലവിൽ വേണ്ട. വളരെ ശ്രദ്ധിച്ചാ പറയുന്നു. നവോത്ഥാനം നിങ്ങൾ നടത്തിക്കോ, പർദ്ദ ഒഴിവാക്കാൻ വേണ്ടി നവോത്ഥാനം നടത്തൂ. ഇപ്പോ വളരെ രസകരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പൊതുവെ പറയുന്ന വിദ്യാസമ്പന്നരല്ലെന്നും പുരോഗമനവാദികളല്ലെന്നും ഒക്കെ പറയുന്ന നോർത്ത് ഇന്ത്യയിലാണ് നരേന്ദ്രമോദി രസകരമായിട്ട് കാണിച്ചു കൊടുത്തത്. എന്ത്? ഈ മുത്തലാഖ് നിർത്തലാക്കിയതല്ലേ. മുത്തലാഖിന്റെ വിഷയം
വളരെ രസകരമായിട്ട് എത്ര നന്നായിട്ടാണ് അവിടെ നവോത്ഥാനം നടത്തിയത്. അങ്ങനെ ഒരു നവോത്ഥാനം ഇവിടെ മറ്റൊരു മതത്തെ നേരെ എടുക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിയില്ല. കാരണം ഇവിടെ അസംഘടിതരായിട്ടുള്ള ഹിന്ദുക്കളെ മാത്രമാണ് എളുപ്പത്തിൽ വേർതിരിച്ച് മതിൽ കെട്ടാൻ സാധിക്കും. നമുക്കിടയിലൂടെ ഒരു എക്സ്പ്രസ് ഹൈവേ പോലെ പോകുന്ന, നമ്മെ ജാതീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുന്ന ഒരു മതിലുണ്ടെങ്കിൽ ആ മതിൽ പൊളിക്കുക തന്നെ വേണം. അതാണ് നമ്മെ സംബന്ധിച്ച് നവോത്ഥാനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വാമിയെ ശരണമയ്യപ്പ എന്ന നവാക്ഷരയിലൂടെ ഉണ്ടാവുന്ന നവോത്ഥാനം മതി നമുക്ക്. നിങ്ങൾക്കറിയാലോ, മതം മാറിപ്പോയ, സ്വന്തം പൈതൃകത്തെ പറ്റി അഭിമാനമില്ലാതെ മതം മാറിപ്പോയ ഒരു കുട്ടിയുടെ അച്ഛൻ ഇന്നലെ തിരിച്ച് അവന്റെ വിശ്വാസങ്ങളിൽ തിരിച്ചു വന്നു. പൈതൃക വിശ്വാസങ്ങളെക്കാൾ തിരിച്ചു വന്നു. കാരണം അയാൾക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിയത് മതേതരക്കാരിയായിട്ടാണ്. ഇന്നവൾ എൻ്റെ വൈക്കത്തപ്പനെ കാർക്കിച്ചു തുപ്പിക്കൊണ്ട് മതം മാറിപ്പോയപ്പോൾ എനിക്ക് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. കാരണം അവളെ ഞാൻ എൻ്റെ മതം പഠിപ്പിച്ചില്ല, ഞാനും പഠിച്ചില്ല. ഇനി ആ തെറ്റുണ്ടാകാൻ പാടില്ല ആ അച്ഛന് തോന്നി. അങ്ങനെ ചിന്തിക്കുന്ന ഓരോ അച്ഛനും അമ്മയോടും കൂടി ഞാൻ പറയുകയാണ്, സ്വന്തം സംസ്കാരം പഠിക്കുക. ഏറ്റവും ചുരുങ്ങിയത് വിവേകാനന്ദ സ്വാമികൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് 9 കൊല്ലം കൊണ്ട് നടത്തിയ പ്രസംഗങ്ങളെല്ലാം 9 വോള്യൂമായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും പ്രസിദ്ധീകരിക്കുന്നുണ്ട് രാമകൃഷ്ണ മഠം. 1000 രൂപയ്ക്ക് ചുവടെ ചെലവുള്ളൂ. ആ പുസ്തകം ഒരു സെറ്റ് കിട്ടും, 9 വോള്യൂം, വിവേകാനന്ദ സാഹിത്യ സർവസ്വം, കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ. അത് വാങ്ങി വീട്ടിൽ വെച്ചാൽ പോരാ, വായിക്കണം. എന്താണ് ഹിന്ദുധർമ്മം, എന്തിനു വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്, എങ്ങനെയാണ്, വൈ വി ഡിഫർ, സ്വാമിയുടെ പ്രസംഗമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് വേർതിരിഞ്ഞ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്? നിങ്ങളുടെ ആചാര സവിശേഷതകളല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ ആചാരങ്ങൾ എന്താണ്, ഞങ്ങളുടെ പൈതൃകം എന്താണ് എന്ന് സ്വാമി വിവേകാനന്ദൻ, യുഗപ്രഭാവനായ വിവേകാനന്ദ സ്വാമികൾ പ്രസംഗിച്ചത് മുഴുവൻ 9 വോള്യൂമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ 10 വോള്യൂം ഉണ്ട്. അത് വാങ്ങി വീട്ടിൽ വെച്ചാൽ പോരാ, ദിവസേന ഒരു പേജെങ്കിലും മക്കളും നിങ്ങളും വായിക്കണം. ഹിന്ദു ധർമ്മത്തിലേക്കുള്ള ഉത്തമമായ ഒരു പ്രവേശികയാണ് വിവേകാനന്ദ സാഹിത്യ സർവസ്വം. മറന്നുപോലും കൃത്യമായിട്ട് സ്വാമിജി പറയുന്നുണ്ട് എന്താണ് വിഗ്രഹാരാധനയുടെ പൊരുൾ. മൈസൂർ മഹാരാജാവ് ഒരു യുക്തിവാദിയായിരുന്നു, വിഗ്രഹാരാധനയ്ക്കെതിരായിരുന്നു. അദ്ദേഹം സ്വാമിജിയോട് വിഗ്രഹാരാധനയ്ക്കെതിരെ ഒരുപാട് തർക്കങ്ങൾ ഉന്നയിച്ചു. പക്ഷെ പെട്ടെന്ന് സ്വാമിജി ശിവായിയോട് പറഞ്ഞു, മൈസൂർ മഹാരാജാവിന്റെ അച്ഛന്റെ വലിയ ഛായാചിത്രം തുപ്പാൻ പറഞ്ഞു. തുപ്പാൻ പറഞ്ഞപ്പോ രാജാവ് ആകെ വിഷണ്ണനായി. രാജാവ് ചോദിച്ചു, എന്താ സ്വാമിജി, എന്റെ അച്ഛന്റെ പടമാണത്, എന്താ തുപ്പാൻ പറയുന്നത്? സ്വാമിജി പറഞ്ഞു, അത് നിങ്ങളുടെ ഭാഷയിൽ വെറും ഛായാചിത്രമല്ലേ, വെറും എണ്ണച്ചായവും കടലാസുമല്ലേ, അത് നിങ്ങളെ അച്ഛനാവുമോ? കാർക്കിച്ചു തുപ്പിയ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? മഹാരാജാവ് പറഞ്ഞു, അല്ല, എന്റെ അച്ഛന്റെ സ്മരണയാണ് ആ ചിത്രം ഉണർത്തുന്നത്, എങ്കിൽ പരമാത്മാവിന്റെ സ്മരണയാണ് അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം ഉണർത്തുന്നത്, ശരിയല്ലേ? അതുകൊണ്ട് ഇതിനെ കളിയാക്കാൻ പാടില്ല. വിഗ്രഹാരാധനയുടെ തത്വം, അവതാര ഗുരുക്കൻ, നിങ്ങൾ ആൾ ദൈവം എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കുന്ന ഗുരുക്കന്മാരുടെ തത്വം, എല്ലാ തത്വങ്ങളും വിശദമായിട്ട് നമ്മോട് നാം ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞേച്ചു പോയ യുവാവായിരുന്ന യുഗപ്രഭാവനായി വിവേകാനന്ദ സ്വാമികളെ വായിക്കണം. അതിന് തീരുമാനം എടുത്തിട്ട് ഇവിടുന്ന് പോവാവൂ. അതിനൊന്നും വലിയ കാശില്ല. ഒരു ഷർട്ട് നല്ലത് വാങ്ങണമെങ്കിൽ 1000 രൂപ കൊടുക്കണ്ടേ മിനിമം? നല്ലൊരു ഷർട്ട് വാങ്ങണമെച്ചാൽ 1000 രൂപ കൊടുക്കണം. ഒരു നല്ല ഷർട്ടിന്റെ പണം ഒരു നല്ല പുസ്തകത്തിന് കൊടുക്കാം. 9 വോള്യൂം ഉണ്ട് വിവേകാനന്ദ സാഹിത്യ സർവസ്വം, ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. മലയാളത്തിൽ വാങ്ങിയിട്ട് വീട്ടിൽ വെച്ച് അമ്മ, അച്ഛൻ, മക്കള് വായിച്ചോളണം, നിർബന്ധമായിട്ടും വായിച്ചോളൂ. ഇല്ലെങ്കിൽ അവൻ നാളെ മതം മാറിപ്പോയിട്ട് നമ്മുടെ വൈക്കത്തപ്പൻ നമുക്ക് എന്ത് തന്നും ചോദിച്ചാൽ, നമ്മുടെ അയ്യപ്പൻ എന്ത് ശക്തിയുണ്ടെന്ന് തിരിച്ചു ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് മക്കളെ വീട്ടിൽ വളർത്തുന്നവർ, മക്കൾ നമ്മോട് സ്നേഹത്തോടു കൂടി മരണം വരെ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നവർ നിർബന്ധമായിട്ടും ഹിന്ദു ധർമ്മത്തിന്റെ മഹത്വം മക്കളെ പഠിപ്പിക്കണം, സംശയം വേണ്ട. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനാണോ വന്നത്? 1 മണിക്കൂർ സംസാരിച്ചപ്പോൾ 1 മണിക്കൂറായി ഏകദേശം. ഒന്നുകൂടി പറയാം. 1774 കോടതി ഉണ്ടാക്കി. അതിനുശേഷം 1811 ബോർഡൻ ഷെയറിന് വേണ്ടിയിട്ട് 1811 ഓഗസ്റ്റ് 15-ാം തീയതി ജോസഫ് ബോർഡൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഇൻഫൻട്രി പട്ടാളക്കാരൻ, ആ പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ സ്വത്ത് ഒസ്യത്ത് എഴുതി വെച്ചു, വിൽപത്രം. ആ വിൽപത്രത്തിൽ ആ ഇംഗ്ലീഷുകാരൻ എഴുതി വെച്ചെന്നറിയോ? അയാളുടെ കയ്യിൽ അന്നുള്ള 27,000 പൗണ്ടും ഒരുപാട് ഭൂസ്വത്തും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെയർ സ്ഥാപിക്കാൻ വേണ്ടി, ചെയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫസർഷിപ്പ്, അതിനുവേണ്ടി എഴുതി കൊടുത്തു. ഇന്ന് അദ്ദേഹം പറഞ്ഞു, എല്ലാ വർഷവും എണ്ണം പറഞ്ഞ സംസ്കൃത പണ്ഡിതന്മാരെ ഈ ചെയർ ഉണ്ടാക്കണം, ബോർഡൻ ചെയർ.
എന്തിനാ ഉണ്ടാക്കുന്നത്? ക്രിസ്തു മതം മികച്ചതാണെന്ന് സംസ്കൃതത്തിൽ പാണ്ഡിത്യമുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം. ആരോട്? അപരിഷ്കൃതരായ വിഗ്രഹാരാധകരായ ഹിന്ദുക്കളോട്. അതിനുവേണ്ടി തന്നെ സ്വത്ത് മുഴുവൻ എഴുതി വെച്ചിരിക്കുകയാണ്. ബോർഡ് ആൻഡ് ചെയർ അന്ന് തുടങ്ങിയതാണ്. ചരിത്രകാരന്മാർ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. ഇന്ത്യക്കെതിരെ ഇന്ത്യൻ ചരിത്രം എഴുതുന്ന ഇന്ത്യക്കാരായ സായിപ്പന്മാര്, നാടൻ സായിപ്പന്മാരെ സൃഷ്ടിക്കുക. സ്വന്തം പൈതൃകത്തിൽ അഭിമാനമില്ലാതെ നെറ്റിയിൽ ഒരു കുങ്കുമപ്പൊട്ട് തൊടാൻ മടിക്കുന്ന, ചന്ദനപ്പൊട്ട് തൊടാൻ മടിക്കുന്ന, സ്വന്തം പൈതൃകത്തെ മലർന്നു കിടന്ന് തുപ്പുന്ന നാടൻ സായിപ്പന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടാക്കിയത്. അത് ഈ ബോർഡ് ആൻഡ് ചെയറിന്റെ ഫലമാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ വിദ്യാസമ്പ്രദായമാണ്. ബ്രിട്ടീഷുകാരൻ എഴുതിയ ചരിത്രമാണ് ഇന്ത്യക്കാരൻ പഠിക്കുന്നത്. ലോർഡ് മക്കാളെ എഴുതിയ ചരിത്രം വീണ്ടും വീണ്ടും ചവച്ച് ഛർദ്ദിക്കുകയാണ് റോമിനാഥ് താപ്പറും KN പണിക്കരും. ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒരു പൈതൃകമില്ലെന്നും ആ പൈതൃകം അഭിമാനിക്കത്തക്കതല്ലെന്നും നമ്മളോട് തന്നെ പറഞ്ഞു തരുന്ന ഇന്ത്യക്കാർ ചിന്തിക്കണം. അതിൽ നിന്നൊക്കെ ഒരു മോചനമായിരുന്നു വിവേകാനന്ദ സ്വാമികൾ. അതുകൊണ്ടാണ് സ്വാമിജിയെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. സ്വാമിജിയുടെ എല്ലാം കഴിഞ്ഞോ? ഇല്ല. സ്വാമിജി ഉത്തമമായ ഒരു പ്രവേശിക്കുകയാണ് ഹിന്ദുധർമ്മത്തിലേക്ക്. അതിനുശേഷം ഒരുപാട് പഠിക്കാനുണ്ട്. തുടക്കമാവട്ടെ. അതുകൊണ്ട് നിങ്ങളോട് സസ്നേഹം പറയട്ടെ. 1817 കൊൽക്കത്തയിൽ, അന്നത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേന്ദ്രം കൊൽക്കത്തയാണ്. കൊൽക്കത്തയിൽ രാജാറാം മോഹൻ റോയ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടി സുപ്രീം കോടതിയുടെ ജഡ്ജ് അടക്കം ഇരുന്നിട്ടുണ്ടാക്കിയ കോളേജിന്റെ പേരാണ് ഹിന്ദു കോളേജ്. ഹിന്ദു കോളേജിന് പേരിടാൻ കാരണം അറിയോ? ജാതിയിൽ മേൽക്കോയ്മയുള്ള സമ്പന്നരായ ഹിന്ദുക്കളുടെ മക്കൾ അവിടെ ചേർന്ന് പഠിക്കണം. എന്തിനാ? അവരെ മെല്ലെ 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 അവരുടെ അപരിഷ്കൃതമായ വിഗ്രഹാരാധനയിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നും അടർത്തിക്കൊണ്ടുവന്ന് യൂറോപ്യൻ മതമാണ് ശരി എന്ന് വരുത്തി തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഏകദൈവ ആരാധനയാണ് ശരി, വിഗ്രഹാരാധന തെറ്റാണെന്ന് രാജാറാം മോഹൻ റോയ് അടക്കം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നവോത്ഥാനമെന്ന് അംഗീകരിച്ചവരാ നമ്മള്. അതിന്റെ ഫലം എന്താ? നമ്മുടെ കുട്ടികൾ സുലഭമായി മതം മാറിപ്പോയി. നവോത്ഥാന പറയണേ. നാരായണ ഗുരുദേവനെ പറ്റി പറയണമെന്ന് പറഞ്ഞാണ്. ഒരിക്കൽ 2-3 സൂചന നൽകി, ഇനിയും പറയാം. ഇങ്ങനെ ഇതൊക്കെ നവോത്ഥാനമാണെന്ന് കരുതി. ഇതെല്ലാം ഹിന്ദു വിരുദ്ധമായിരുന്നു. സതി എന്ന് പറഞ്ഞത് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കിയിരുന്ന കാര്യമല്ല. വളരെ ചുരുക്കമായി രജപുത്രന്മാരുടെ പത്നിമാർ ഉടന്തടിച്ചാട്ടം നടത്തിയതിന്റെ പേരിലാണ്. ഇങ്ങനെ ഒരുപാട് കാര്യത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ പൈതൃകത്തെ കരിവാരി തേച്ചിട്ടുണ്ട്. അത് പഠിച്ച്, ആ ചരിത്രം പഠിച്ചു വരുന്ന ഒരു ഹിന്ദു കുട്ടി ഒരിക്കലും ഒരു അഭിമാനമുള്ള ഹിന്ദു ആവില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അതാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമാന്തരമായ മതവിദ്യാഭ്യാസം നമുക്ക് വേണം. നമ്മുടെ ക്ഷേത്രങ്ങൾ പോലും അന്യവൽക്കരിക്കപ്പെട്ടു, മതേതരവൽക്കരിക്കപ്പെട്ടു, നാഷണലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഭണ്ഡാരത്തിലാകാണ് ഭഗവാന്റെ വിശ്വാസം ഇല്ലെങ്കിലും. അതുകൊണ്ട് മതവിദ്യാഭ്യാസം വേണം നമുക്ക് സമാന്തരമായി. അതിന് ഇത്തരം വേദികൾ ഉപകരിക്കും. വിവേകാനന്ദ സാഹിത്യ സർവസം നല്ലൊരു പ്രവേശിക്കുകയാണ്. അത് ആരുടെ ഔദാര്യം വേണ്ട. പോയി വാങ്ങുക, വായിക്കുക, അത്രേ വേണ്ടൂ. വായിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. ഒരു ദിവസം ഒരു പേജെങ്കിലും വായിക്കുക. വിവേകാനന്ദ സ്വാമികളെ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഡോക്ടർ പൽപ്പു കണ്ടു. ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് ഈഴവരുടെ ഇടയിൽ ആദ്യത്തെ ഡോക്ടറാണ്. ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ ഒരാളാണ് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിന്റെ മകനാണ് നടരാജഗുരു. ഡോക്ടർ പൽപ്പു വളരെ ദുഃഖിച്ചിരിക്കുന്ന കാലത്ത്, പഠിക്കാൻ പോയ കാലത്ത്, ബാംഗ്ലൂർ വെച്ച് MBBS പഠിക്കാൻ പോയതാണ്. അവിടെ വെച്ച് ഒരു യുവ സന്യാസിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടില് ജാതീയമായ തൊട്ടുകൂടായ്മയൊക്കെ നിലനിൽക്കുന്നു, ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെന്നുണ്ട്, അങ്ങ് വന്നിട്ട് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്ന് പറഞ്ഞു വിവേകാനന്ദ സ്വാമിയോട്. സ്വാമി പറഞ്ഞു, ഒട്ടും ഭയക്കണ്ട, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു യതീശ്വരൻ ഉയർന്നു വരും, അദ്ദേഹം നിങ്ങളെ നയിച്ചോളെന്ന് സ്വാമിജി പറഞ്ഞു. സ്വാമിജി ഋഷിയാണ്. സ്വാമിജിയുടെ വാക്ക് ഫലം ചെയ്തു. ഈഴവരുടെ ഇടയിൽ നിന്ന് തന്നെ മഹാനായ ഒരു യോഗിവര്യൻ ഉയർന്നു വന്നു. അതാണ് നാരായണ ഗുരുസ്വാമികൾ. നാരായണ ഗുരുസ്വാമികളെ പറ്റി പറയുമ്പോൾ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ്, കേരളം കണ്ട ഏറ്റവും നല്ല മലയാള കവി നാരായണ ഗുരുസ്വാമിയാണ്. സംശയം വേണ്ട. അദ്ദേഹത്തിന്റെ ജനനീ നവരത്ന മഞ്ജരിയോ ആത്മോപദേശ ശതകമോ എടുത്ത് വായിച്ചാൽ മനസ്സിലാവും, ഇത്രയും മലയാള പദങ്ങളെ കോർത്തിണക്കി അമ്മാനമാടാൻ കഴിവുള്ള മറ്റൊരു കവി ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ശക്തിയുള്ള കവിയാണ്. ഋഷിയും കവിയുമാണ്. ഋഷി കവി എന്നാണ്. കുമാരനാശൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. ചിന്നസ്വാമി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്.
കുമാരനാശാൻ പോലും നാരായണ ഗുരുസ്വാമിയുടെ കവിത്വത്തിന്റെ 4 അയലത്ത് വരാൻ യോഗ്യതയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ജനനീ നവരത്ന മഞ്ജരിയൊക്കെ എടുത്ത് വായിക്കണം. ചിലർ പറയുന്നു നാരായണ ഗുരുദേവൻ അന്നത്തെ കാലത്ത് യാതൊരു പൂർവ്വ മാതൃകയുമില്ലാതെ ഒരു വെറും കല്ലെടുത്ത് പ്രതിഷ്ഠിച്ചാണ് നാം. തെറ്റ്, നിങ്ങൾ കള്ളത്തരം പറയുകയാണ്. തമിഴ് തന്ത്രത്തെ അങ്ങേയറ്റം ആഗമതന്ത്രത്തെ നന്നായി പഠിച്ച ശേഷമാണ് ഗുരുദേവൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് ആഗമശാസ്ത്രം പഠിക്കാതെ അല്ല. മാത്രവുമല്ല, അദ്ദേഹം ഒരു യതീശ്വരനാണ്. മറ്റു പ്രമാണം നോക്കേണ്ട ആവശ്യമില്ല. ബ്രഹ്മജ്ഞാനിക്ക് പ്രമാണങ്ങളുടെ ആവശ്യമില്ല. അദ്ദേഹം ബ്രഹ്മജ്ഞാനിയായിരുന്നു. ആ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയില് ഇത് ഈഴവ ശിവനാണല്ലോ എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളമാണത്. വീണ്ടും ഹിന്ദുവിനെ ജാതിയുമായി തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഗുരുദേവൻ അങ്ങനെ പറയുമോ? നമുക്കൊരു ജാതിയും ഇല്ലെന്ന് പറഞ്ഞ ഗുരുദേവൻ ശിവൻ ഈഴവനാണെന്ന് പറയുമോ? അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഞങ്ങളുടെ മാതൃകയിലല്ലല്ലോ പ്രതിഷ്ഠിച്ചെന്ന് പറഞ്ഞു. അതിനിത് നിങ്ങളുടെ ശിവനല്ലല്ലോ എന്നാവും. അതിനിത് നിങ്ങളുടെ ശിവനല്ലല്ലോ, ഇത് ബ്രാഹ്മണ ശിവനല്ലല്ലോ. ബ്രാഹ്മണ ശിവനല്ലെന്ന് പറഞ്ഞാൽ ഉടനെ ഈഴവ ശിവനാണെന്നുള്ള അർത്ഥം. അത് നിങ്ങൾ മഹാപുരുഷന്മാരെ വളച്ചൊടിക്കുകയാണ്. ഗുരുദേവൻ ഒരു ജാതിയും ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ചട്ടമ്പി സ്വാമികളുടെ കൂടെ നടന്ന് യോഗചര്യയും തന്ത്ര സംവിധാനവും ശ്രീചക്ര പൂജയും സുബ്രഹ്മണ്യ ഉപാസനയും ഒക്കെ നന്നായി അഭ്യസിച്ച ആളാണ്. മാത്രമല്ല, തൈക്കാട്ട് അയ്യാവ് സ്വാമിയുടെ അടുത്തുനിന്ന് ഹഠയോഗത്തിൽ അഗ്രഗണ്യനായിരുന്നു ഗുരുദേവൻ. നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളെല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിന് തമിഴ് പാരമ്പര്യമുണ്ട്. കാരണം നാരായണ ഗുരുദേവൻ പഠിച്ച തന്ത്രം തമിഴ് തന്ത്രമായിരുന്നു. ചിലർ പറയുന്നത് നാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തി, അതിന് പൂർവ്വ മാതൃകയില്ല ഹിന്ദുക്കൾ എന്നാണ്. വിഡ്ഢിത്തം പുലമ്പരുത്. നാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടില്ല. എന്താ അങ്ങനെ പറയുന്നത്? കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടില്ല. ഒരു വിദ്വാൻ ഒരു ഹോട്ടലിലെ കണ്ണാടി നോക്കിയിട്ട് നന്നായി മുടിക്കുക. സപ്ലർ വന്നിട്ട് തട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വായന എഴുത്തൊന്നും അറിയില്ലേ ചോദിച്ചു. അപ്പൊ അവിടെ വെച്ച് മുടി ചെയ്യാൻ വായന എഴുത്തും അറിയണോ? എന്നാ അവിടെ എഴുതി വെച്ചാൽ മുടി ചെയ്യരുതെന്ന്, കണ്ണാടി മാത്രമേ നീ കാണുന്നുള്ളൂ, എഴുതി കാണുന്നില്ലെന്ന് പറഞ്ഞു. അതുപോലെ ഈ പറഞ്ഞ നവോത്ഥാന കൊതുകുകൾ ആകെ കാണുന്നത് കണ്ണാടി മാത്രമാണ്. അതിനു മേലെ ഗുരുദേവൻ തന്നെ പറഞ്ഞ് ആലേഖനം ചെയ്യിച്ചിരിക്കുന്ന ഓംകാരം അവർ കണ്ടില്ല. വെറും കണ്ണാടിയല്ല, പ്രണവ പ്രതിഷ്ഠയാണ് നാരായണ ഗുരുസ്വാമി നടത്തിയത്. ഓം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഉപനിഷത്തുകളിൽ ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും വലുതുമായ, സന്ദേശം കൊണ്ട് ഏറ്റവും വലുതായ, ഏറ്റവും ക്ലേശകരമായിട്ടുള്ള ശങ്കരാചാര്യസ്വാമികളുടെ ഗുരുവിന്റെ ഗുരുവായ ഗൗഡപാദാചാര്യർ കാരിക എഴുതിയ മാണ്ഡൂക്യോപനിഷത്ത് തുടങ്ങുന്നത് ഓം ഇത്യേതത് അക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി യച്ഛാന്യത്രികാലാതീതം തദപി ഓംകാര ഏവ. ഓംകാരമാണ് ഹിന്ദുവിനെ സംബന്ധിച്ച് പരമമായ പവിത്രമായ ശബ്ദം. ഹിന്ദുവിനെ സംബന്ധിച്ച് ഏറ്റവും പവിത്രമായ ശബ്ദം ഓം എന്നതാണ്. കാരണം നിശബ്ദതയുടെ ശബ്ദം, ദ സൗണ്ട് ഓഫ് സൈലൻസ്, ശൂന്യതയുടെ ശബ്ദം, പൂർണ്ണതയുടെ ശബ്ദം, കടലിന്റെ ഇരമ്പം, വാഹനത്തിന്റെ ഇരമ്പം എല്ലാം ഓം എന്ന ശബ്ദമാണ്. കാറ്റടിക്കുന്നത് ഓംകാരമാണ്, പ്രണവമാണ് പ്രപഞ്ചം മുഴുവൻ, ശബ്ദ ബ്രഹ്മമാണിതെല്ലാം. അതുകൊണ്ടാണ് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം നിജാന്തർഗതം എന്ന് ശങ്കരാചാര്യ സ്വാമിയോട് പറഞ്ഞത്. കണ്ണാടിയിൽ കാണപ്പെടുന്ന നഗരം പോലെയാണ് ഈ വിശ്വമെന്ന്. ആ പ്രതീകത്തെ ഉപയോഗപ്പെടുത്തി ആ കണ്ണാടിയിൽ പ്രണവം മാത്രം കാണുക എന്ന യോഗപാതയുടെ ഏറ്റവും ഉയർന്ന അനുഭവത്തെയാണ് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത്. അത് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റാത്തതായിരുന്നുവെങ്കിലും അതിന് പൂർവ്വ മാതൃകകളുണ്ട്. വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗരീതുല്യം എന്ന് ഉപമിച്ച് വിശ്വത്തിന്റെ മുഴുവൻ പ്രതീതിയെ കണ്ണാടിയിലെ നഗരം എന്നപോലെ കാണിച്ചു തന്ന ശങ്കരാചാര്യരുടെ മാതൃക എടുത്തുകൊണ്ടാണ് ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ചത്. പക്ഷെ കണ്ണാടിയിൽ നഗരത്തെ അല്ല വരച്ചത്, മറിച്ച് ഹിന്ദുവിന്റെ ഏറ്റവും പരമപവിത്രമായ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശബ്ദത്തെ, പ്രണവത്തെ അവിടെ പ്രതിഷ്ഠിച്ചു. ഗുരുദേവന്റെ തന്നെ കൃതിയിൽ ആത്മോപദേശ ശതകത്തിലുണ്ട്, ഒരുവന് സ്വയമേവ ഏകാഗ്രത നേടാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ഏകാഗ്രതയുടെ പരമകാഷ്ഠയിൽ ഓംകാരം ഉണരുക എന്ന് പറഞ്ഞാൽ മനസ്സ് ഏകാഗ്രമാവുമ്പോൾ ആദ്യം പ്രകാശം കാണും. എങ്ങും ഒളിമിന്നുന്ന, എങ്ങും പെരുകുന്ന പ്രകാശം കാണാനാവും, ദീധിതി കാണാനാവും. ആ പ്രകാശം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാദഭൂമിയിലേക്ക് അവൻ കടക്കും. ആ നാദഭൂമിയിൽ എല്ലായിടത്തിലും ഓരോ കണത്തിലും ഓം ഓം എന്ന ശബ്ദം അവൻ കേൾക്കും. അത് ഉത്തമമായ യോഗ്യയുടെ അവസ്ഥയാണ്, ഉയർന്ന അവസ്ഥയാണ്.
ഒരുവന് സ്വയം ഏകാഗ്രത നേടാനാവുന്നില്ലെങ്കിൽ അവൻ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടണമെന്ന് ഗുരുദേവൻ പറഞ്ഞു. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും. നാദഭൂമിയിലെത്തിയാൽ പിന്നെ പുനർജന്മമില്ല. നാദഭൂമിയിലെത്തിയ യോഗിയുടെ മനസ്സിൽ മറ്റൊരു ചിന്ത പിന്നെ വരില്ല. പിന്നെ ഒരു ചിന്ത പിറക്കില്ല, പിന്നെ ഒരു ശരീരം ഉണ്ടാവില്ല. അങ്ങനെ ഉണർന്ന യോഗിയുടെ സേവ ചെയ്തുകൊണ്ട്, അവന് വേണ്ടത് ചെയ്തുകൊണ്ട്, അവനോട് സംശയം ഉണർത്തിച്ചുകൊണ്ട്, അവനെ സേവിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പറയുകയാണ്. സ്വയമേവ ഏകാഗ്രത നേടാൻ കഴിയുന്നില്ലെങ്കിൽ ഉത്തമനായ പ്രണവമുണർന്ന ഒരു യോഗിയുടെ കീഴിൽ അഭ്യസിക്കണമെന്ന് ഗുരുദേവൻ നിർദ്ദേശിക്കുന്നു. ആ പ്രണവമുണർന്നവന്റെ ലക്ഷണത്തെ, യോഗിയുടെ ലക്ഷണത്തെ കണ്ണാടിയിൽ വരച്ചു വെച്ച് ഓം എന്ന ശബ്ദത്തിലൂടെ പ്രണവത്തെ, ആ പ്രണവ പ്രതിഷ്ഠയാണ് ഗുരുദേവൻ നടത്തിയിട്ട് പോലും ഇവിടുത്തെ നവോത്ഥാന പണ്ഡിതന്മാരെന്ന് പറഞ്ഞ കാട്ട് കള്ളന്മാര് പറയുന്നത് ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടാണ്. ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗുരുദേവൻ ചെയ്തതെല്ലാം പൂർവ്വ മാതൃക ഉള്ളതാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഗുരുദേവൻ സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചത്. എന്നോടാണോ? അല്ല, ശങ്കരൻ പറഞ്ഞതേ നമുക്കും പറയാനുള്ളൂ. ഗുരുദേവൻ എഴുതി വെച്ചാണ് ശങ്കരൻ പറഞ്ഞതേ നമുക്കും പറയാനുള്ളൂ. ആ ശങ്കരൻ ആരാ? എം ശങ്കരൻ നമ്പൂതിരിപ്പാട അല്ല, ആ ശങ്കരൻ പിന്നെയായി ജനിച്ചത്. ഇതേത് ശങ്കരനാ? പ്രസ്ഥാനത്രയീ ഭാഷ്യമെഴുതിയ ഭഗവത്ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം ഭാഷ്യമെഴുതിയ, അനേകം പ്രകരണ ഗ്രന്ഥങ്ങൾ ചമച്ച, 4 മഠങ്ങൾ സ്ഥാപിച്ച ജഗദ്ഗുരുവായ ആദിശങ്കരൻ പറഞ്ഞതേ നമുക്കും പറയാനുള്ളൂ എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. വഴിതെറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട, ഗുരുദേവൻ പറഞ്ഞു വെച്ചതാണ്. ശങ്കരൻ പറഞ്ഞതേ നമുക്കും പറയാനുള്ളൂ. ഇനി പൂർവ്വ മാതൃകയെല്ലാം തട്ടിവിട്ടാൽ മതിയോ? കേൾക്കുന്ന കുറച്ച് വിഡ്ഢികളാവും. അതുകൊണ്ട് നാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് ശങ്കരാചാര്യരോടൊപ്പം കേരളീയർ മാനിക്കുന്ന മഹാപുരുഷനാണ്. അത്തരത്തിലുള്ള മഹാപുരുഷൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിന് അരികെ ഇരുന്നു കൊണ്ടാണ് നാം ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ധർമ്മം പഠിക്കാത്ത ഏത് കുടുംബവും കെട്ടുപോകും. നമ്മുടെ കുടുംബങ്ങളെ അന്യവൽക്കരിക്കാനും ഹൈന്ദവം അല്ലാതാക്കി തീർക്കാനും ഒട്ടേറെ പണിപ്പെടുന്നുണ്ട് ചിലർ. അതിനെതിരെ കരുതിയിരിക്കുക. നമ്മോട് വിളക്ക് തെളിക്കരുതെന്നും, നമ്മോട് ഗണപതി ഹോമം ചെയ്യരുതെന്നും, നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം ചെയ്യരുതെന്നും പറഞ്ഞ് നവോത്ഥാനം സൃഷ്ടിക്കുന്നവരെ കരുതിയിരിക്കുക. നമ്മുടെ ആചാരങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം നമ്മുടെ പ്രപിതാമഹന്മാരുടെ പാരമ്പര്യമാണത്, ശിഷ്ടാചാരമാണത്. അത് വിട്ടുള്ള കളിക്ക് നിന്നു കൊടുക്കരുത് എന്ന് അയ്യപ്പ സ്വാമിയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു. ഹര ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇത്രയും നേരം നമ്മളോട് സംവദിച്ച ഗുരുമൂർത്തി സാറിന് സ്നേഹാദരപൂർവം നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ആദരസഭയാണ്. ആദരസഭയിൽ ആദ്യമായി നമ്മളോട് ഇത്രയും നേരം അറിവ് പകർന്നു തന്ന ഗുരുമൂർത്തി സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി ജഗന്നാഥ് സേവാ കേന്ദ്രത്തിന്റെ അധ്യക്ഷൻ അനൂപേട്ടനെ ക്ഷണിക്കുന്നു. അടുത്തതായി അനഘയെയും അതുപോലെ അനുശ്രീയെയും ക്ഷണിക്കുന്നു. വൈഷ്ണവിയെയും അനുശ്രീയെയും ക്ഷണിക്കുന്നു. മുപ്പത്തെട്ടാമത് സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ ഗാർമെന്റ് മേക്കിംഗിൽ 2ാം സ്ഥാനം നേടിയ അനുശ്രീ KP. അതുപോലെ തന്നെ 37ാമത് കേരള സ്റ്റേറ്റ് സീനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിയ വൈഷ്ണവി ഗോപിനാഥ്. രണ്ടുപേർക്കും സേവാ കേന്ദ്രത്തിന്റെയും അതുപോലെ തന്നെ ഇവിടെ കൂടി ചേർന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.